السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، ونشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق وليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, സ്വാഗത പ്രസംഗത്തിലും അധ്യക്ഷ പ്രസംഗത്തിലും കേട്ട വിധത്തിൽ നമ്മുടെ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഒരു വിഷയം ചർച്ചയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഇത്തരമൊരു വിഷയം ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഇസ്ലാഹി സെന്ററിൻ്റെ ഒരു പ്രതിനിധി മാത്രം വിഷയം അവതരിപ്പിക്കുന്നതിന് പകരം ദോഹയിലെ വിവിധ രാഷ്ട്രീയ, സാംസ്കാരിക, മത സംഘടനകളുടെ, മലയാളികളായ സംഘടനകളുടെ പ്രതിനിധികൾ പങ്കെടുക്കുകയും വിവിധ തരത്തിലുള്ള വീക്ഷണ വ്യത്യാസങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യുകയും അതിൻ്റെ സമാപനം എന്ന നിലക്ക് ഒരു അന്തിമ കാഴ്ചപ്പാടിലേക്ക് എത്തിപ്പെടുകയും ചെയ്യുക, അഥവാ ഒരു സിമ്പോസിയമോ സെമിനാറോ ആണ് ഈ വിഷയത്തിൽ സംഘടിപ്പിക്കപ്പെടേണ്ടത് എന്ന് ഈ ഇരിക്കുന്ന നിങ്ങളിൽ പലരും ആലോചിക്കുന്നുണ്ടാവും. യഥാർത്ഥത്തിൽ ഇസ്ലാഹി സെന്റർ ആഗ്രഹിച്ചിരുന്നതും തീരുമാനിച്ചിരുന്നതും അതുതന്നെയായിരുന്നു. പക്ഷേ ഈ നാട്ടിലെ ചില സാങ്കേതിക നിയമങ്ങൾ കാരണമായി ആ തരത്തിലുള്ള ഒരു പരിപാടി സംഘടിപ്പിക്കാൻ സാധ്യമാവാതെ വരികയാണ് ഉണ്ടായത്. അതെന്ത് എന്ന് അതികൂലങ്കഷമായി അന്വേഷിക്കുകയോ ഭയപ്പെടുകയോ ചെയ്യേണ്ടതില്ല. ചില സന്ദർഭങ്ങൾ അങ്ങനെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഏതായിരുന്നാലും പരസ്യപ്പെടുത്തിയ ഒരു പരിപാടി മുടക്കി പോകേണ്ടതില്ല എന്ന അർത്ഥത്തിൽ ഒരു സിമ്പോസിയത്തിൽ മോഡറേറ്ററായി മാത്രം കൈകാര്യം ചെയ്യേണ്ട വ്യക്തിയെ ആ വിഷയം തന്നെ അവതരിപ്പിക്കാൻ ചുമതലപ്പെടുത്തുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് ഞാൻ ആദ്യമേ തുറന്നു പറയുന്നത് ഈ വിഷയത്തെക്കുറിച്ചുള്ള നമ്മുടെ അവബോധത്തിൽ അതുണ്ടാക്കി തീർക്കുന്നതിൽ എൻ്റെ ഭാഗത്ത് അപര്യാപ്തതകളുണ്ടായാൽ, പോരായ്മകളുണ്ടായാൽ അത് സ്വാഭാവികം മാത്രമാണ് എന്ന് അറിയിക്കാനാണ്. നാം 6:30 പറഞ്ഞിരുന്നത്, 7:15 പരിപാടി ആരംഭിക്കുന്നത്. ഇശാ നമസ്കാരത്തോടുകൂടി സംസാരം അവസാനിപ്പിക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് നമസ്കാര ശേഷം നമുക്ക് വീണ്ടും കൂടിച്ചേരേണ്ടി വരും. ഈ ഇരിക്കുന്ന സദസ്സിലിരിക്കുന്നവർ മുഴുവൻ മുസ്ലിം സഹോദരങ്ങളും സഹോദരികളുമാണ് എന്ന ധാരണ എനിക്കില്ല. അങ്ങനെയല്ല ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. എങ്കിലും ഭൂരിഭാഗം പേരും അങ്ങനെയാണ് എന്ന ബോധവും എൻ്റെ പക്കലുണ്ട്. അതുകൊണ്ട് ഞാൻ ചില വിഷയങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയ്ക്ക്, നിങ്ങളുടെ പരിഗണനയ്ക്ക് വേണ്ടി അവതരിപ്പിക്കുകയാണ്. അതൊരു അപൂർണതയിൽ നിൽക്കുന്നതിന് മുമ്പായിരിക്കാം ഒരുപക്ഷെ നമസ്കാരത്തിന് വേണ്ടി വിളിക്കപ്പെടുന്നതെങ്കിൽ ഉദ്ദേശിക്കും വിധത്തിൽ പൂർത്തീകരിക്കാൻ പിന്നീട് സാധ്യമാവും എന്ന് മുൻകൂട്ടി അറിയിക്കട്ടെ. ദേശീയ ബോധവും ദേശസ്നേഹവും മുസ്ലിങ്ങളും, അല്ലെങ്കിൽ ദേശീയ ബോധവും ന്യൂനപക്ഷങ്ങളും എന്ന് പറയുമ്പോൾ ഈ വിഷയം തിരഞ്ഞെടുക്കുന്നതിൻ്റെ പിറകിൽ കാര്യമായ ഒരു ഉദ്ദേശ ലക്ഷ്യമുണ്ട്. നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ വളർന്നു നിൽക്കുന്ന വിവിധതരം ചിന്താഗതികളും പ്രസ്ഥാനങ്ങളും അവർ പ്രത്യക്ഷമായും പരോക്ഷമായും ന്യൂനപക്ഷങ്ങൾക്ക് നേരെ, വിശേഷിച്ച് മുസ്ലിങ്ങൾക്ക് നേരെയൊക്കെയോ എഴുതുവിടുന്ന അമ്പുകൾ പല സന്ദർഭങ്ങളിലും അത് മുസൽമാന്റെ ആത്മാഭിമാനത്തെ പോലും ചോദ്യം ചെയ്യും വിധത്തിലുള്ളവയാണ് എന്നതാണ് ദുഃഖകരമായ ഒരവസ്ഥ.
റബ്ബിൻ്റെ ഒരു തീരുമാനമുണ്ട് മുസ്ലിം സമുദായത്തോട്. ഏത് സാഹചര്യത്തിൽ ഏത് ചുറ്റുപാടുകൾ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോഴും ഒരന്ധമായ വിധത്തിൽ എവിടേക്ക് നീങ്ങണം, എങ്ങനെ പ്രതികരിക്കണമെന്ന് തിരിച്ചറിയാത്ത ഒരു വിധത്തിൽ അങ്കലാപ്പിലാകേണ്ടവനല്ല മുസൽമാൻ. താൻ അങ്കലാപ്പിലാവാതിരിക്കുക മാത്രമല്ല, തന്നെപ്പോലെ ദ്രോഹിക്കപ്പെടുന്നവരുടെ മുമ്പിൽ വെളിച്ചത്തിൻ്റെ വഴികൾ കാണിച്ചു കൊടുത്ത് അവരെ കൂടി വഴി നടത്തുക കൂടി ചെയ്യേണ്ട ബാധ്യത മുസ്ലിങ്ങളായ നമുക്കുണ്ട്. അതുകൊണ്ട് ആസൂത്രിതമായും സംഘടിതമായും മുസ്ലിങ്ങളുടെ ദേശീയ ബോധത്തെ ചോദ്യം ചെയ്യുകയോ സംശയിക്കുകയോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം വളർന്നു വരികയോ വളർത്തപ്പെടുകയോ ചെയ്യുമ്പോൾ മൗനം പാലിക്കാനല്ല, ആവശ്യമായ അവബോധത്തോടെ അവയെ കൈകാര്യം ചെയ്യാൻ, ചികിത്സിക്കേണ്ട വിഭാഗങ്ങളെ ചികിത്സിക്കേണ്ട വിധത്തിൽ ചികിത്സിക്കാൻ മുസ്ലിം സ്ത്രീ പുരുഷന്മാരുടെ ആത്മാഭിമാനവും അന്തസ്സിന്റെ ബോധവും നഷ്ടപ്പെടാത്ത വിധത്തിൽ അവരാരാണെന്നും അവരുടെ ദൗത്യം എന്താണെന്നും ഓർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുമുള്ള ബാധ്യത നമ്മളിൽ എല്ലാവരിലും അല്ലാഹു അർപ്പിച്ചിട്ടുണ്ട്. ആ ഒരു വിധത്തിലാണ് നാം കൊണ്ടു നടക്കുന്ന ആദർശത്തിൻ്റെ ശക്തിക്ക് വേണ്ടി, നാം ഏതൊരു ദൗത്യത്തിൻ്റെ വാഹകരായി ജീവിക്കുന്നുവോ അതിൻ്റെ ശക്തമായ നിലനിൽപ്പിന് വേണ്ടി മുസ്ലിം സമൂഹം തെറ്റിദ്ധരിക്കപ്പെടുമ്പോൾ ഇസ്ലാമാണ് തെറ്റിദ്ധരിക്കപ്പെടുന്നത് എന്ന ഭയപ്പാട് നിലനിൽക്കുന്നത് കൊണ്ടുകൂടി ചില കാര്യങ്ങൾ കൂട്ടത്തോടെ നാം ചർച്ച ചെയ്യുകയും ബോധവൽക്കരണം ഉണ്ടാവുകയും ചെയ്യേണ്ടതുണ്ട് എന്നതാണ് ഈ തരം ഒരു വിഷയത്തിൻ്റെ പശ്ചാത്തലം. ഒരു വിഷയത്തെ പല വിധത്തിൽ അഭിമുഖീകരിക്കുകയും പല വിധത്തിൽ അതിലെ ചിന്തകൾ പടിപടിയായി കൊണ്ട് അവതരിപ്പിക്കാൻ സാധിക്കുകയും ചെയ്യും അതിസമർത്ഥരായ ആളുകൾ. ആ പട്ടികയിലല്ല ഞാനെന്നറിയാവുന്നത് കൊണ്ട് ഒരു പ്രത്യേക രീതിയിൽ ഞാൻ കാണുന്ന ഒരു കാഴ്ചപ്പാടിലൂടെ നിങ്ങളെ ചിന്തകളെ ഞാൻ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. അതുകൊണ്ട് ഇത് നാം ആഗ്രഹിക്കുന്നതും ഇത് നാം സമർപ്പിക്കുന്നതും നാം ആരാധിക്കുന്ന സൃഷ്ടാവായ റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടിയാണ് എന്നതുകൊണ്ട് ഏത് വിഷയത്തെക്കുറിച്ചുള്ള ചർച്ചകളും ചിന്തകളും നാം രൂപപ്പെടുത്തുമ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ, വിശുദ്ധ ഖുർആനിന്റെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശങ്ങളുടെ പശ്ചാത്തലം വിട്ടു പോവാതിരിക്കണമെന്ന ശാഠ്യം ബോധം നമുക്കുള്ളതുകൊണ്ടും ഞാൻ ഖുർആനിലെ ചില ആയത്തുകളിലൂടെ എൻ്റെ വിഷയം പറഞ്ഞു തുടങ്ങട്ടെ. എനിക്ക് ആദ്യം ഓർമ്മയിൽപ്പെടുത്താൻ തോന്നുന്നത് റബ്ബുൽ ആലമീനായ തമ്പുരാന്റെ ഒരു പ്രഖ്യാപനമാണ്. യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. ഈ ഇരിക്കുന്നവ മിക്കവർക്കും ഈ ആയത്തിന്റെ ആശയം അറിയാമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, ജനങ്ങളെ, ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ, നിങ്ങളെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത് ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ്. വജഅൽനാകും ശുഊബൻ വഖബായില, നിങ്ങളെ ഗോത്രങ്ങളോ സമൂഹങ്ങളോ ആക്കി മാറ്റിയത് ലിതആറഫു, നിങ്ങൾ പരസ്പരം തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ്. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളിൽ ഏറ്റവും കൂടുതൽ പടച്ചവന്റെ പക്കൽ ആദരിക്കപ്പെടുന്നവൻ, സ്ഥാനവലിപ്പമുള്ളവൻ, നിങ്ങളിൽ ഏറ്റവും കൂടുതൽ പടച്ചവന്റെ നിയമങ്ങൾ സൂക്ഷിച്ച് ജീവിക്കുന്നവനാവും. ഈ തരം ഒരു വിഷയത്തിന്റെ പശ്ചാത്തലത്തിൽ അല്ലാതെ പല സന്ദർഭങ്ങളിൽ ഈ ആയത്ത് കേട്ടവരാണ് നിങ്ങൾ. നാം ഈ ചർച്ച ചെയ്ത് ദേശീയ ബോധം, ദേശസ്നേഹം എന്ന് പറയുന്ന വിഷയത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഈ വചനത്തെ നിങ്ങളൊന്ന് പഠിക്കാൻ ശ്രമിച്ചു നോക്കൂ. നമുക്കൊന്ന് പഠിക്കാൻ ശ്രമിച്ചു നോക്കാം. വളരെ വ്യക്തമാണ് ഖുർആന്റെ പ്രഖ്യാപനം, അല്ലേ? മനുഷ്യനെ സൃഷ്ടിച്ച സൃഷ്ടാവ് മനുഷ്യരെ മുഴുവൻ ഒരേ നിറത്തിലോ ഒരേ പ്രകൃതത്തിലോ അല്ല സൃഷ്ടിച്ചിരിക്കുന്നത്. വിശദീകരണങ്ങൾ ആവശ്യമില്ല, അത് നിത്യം അനുഭവിക്കുന്നവരാണ് നമ്മൾ. ഈ പ്രവാസ ജീവിത കാലഘട്ടം കൊണ്ട് ഏതാണ്ടൊക്കെ വായ തുറന്നില്ലെങ്കിൽ പോലും രൂപം കൊണ്ട് അവൻ ഇന്ന നാട്ടുകാരനാണെന്ന് ഏതാണ്ട് തെറ്റാതെ പറയാൻ മാത്രമുള്ള പ്രാപ്തിയൊക്കെ നമ്മൾ ആർജിച്ചിട്ടുണ്ട്. അറിയാം, നമുക്ക് ഖുർആൻ പറഞ്ഞത് ശരിയാണ്, ആളുകളെ തിരിച്ചറിയാൻ സാധിക്കും. ഈ ആയത്ത് നൽകുന്ന വലിയ ഒരു ആഴത്തിലുള്ള ഒരു ചിന്തയുണ്ട്, ഒരു പാഠമാണ്. ആ ഒരു പാഠം അതിരുകളില്ലാത്ത മനുഷ്യ സ്നേഹത്തിൻ്റെതാണ്. അതിരുകളില്ലാതെ മനുഷ്യപുത്രനെ സ്നേഹിക്കുക എന്നതാണ്. ആ മനുഷ്യൻ ജീവിക്കുന്നത് ഒരുപക്ഷെ നീ ജീവിക്കുന്ന നാടിന്റെ പരിധിക്കുള്ളിലായിരിക്കാം.
നിന്റെ രാജ്യാതിർത്തിക്ക് അപ്പുറമായിരിക്കാം, നിന്റെ മാതൃഭാഷയല്ലായിരിക്കാം അയാളുടെ മാതൃഭാഷ, നിന്റെ ജീവിത രീതികളല്ലായിരിക്കാം അയാൾ കൊണ്ടു നടക്കുന്നത്. എങ്കിൽ പോലും ആദമിന്റെ പുത്രൻ, മനുഷ്യപുത്രൻ എന്ന പരിഗണന മാത്രം വെച്ചുകൊണ്ട് ആ മനുഷ്യനെ ആദരിക്കാനും സ്നേഹിക്കാനുമുള്ള വിശാലത മനുഷ്യരിൽ ഉണ്ടാവണം എന്നതാണ് ദൈവത്തിന്റെ നിർദ്ദേശം. ഒന്നിതാണ്. രണ്ടാമത് ഖുർആന്റെ ഒരു പ്രഖ്യാപനം നോക്കൂ നിങ്ങൾ. നിന്റെ നാഥൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ, അള്ളാഹു തീരുമാനിച്ചിരുന്നുവെങ്കിൽ ലആമന വിശ്വാസിയായി ജീവിക്കുമായിരുന്നു ഭൂമിയിലുള്ള സകല മനുഷ്യരും. എല്ലാ മനുഷ്യരും അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നവരും പ്രവാചകന്മാരെ അംഗീകരിക്കുന്നവരും പരലോകത്തെക്കുറിച്ചുള്ള യഥാർത്ഥ വിശ്വാസമുള്ളവരുമായി ജീവിക്കണമെന്നാണ് റബ്ബിന്റെ നേരത്തെയുള്ള തീരുമാനമെങ്കിൽ ഈ മനുഷ്യ സൃഷ്ടി അങ്ങനെയാകുമായിരുന്നുള്ളൂ. പക്ഷെ അങ്ങനെ ആവണമെന്നല്ല റബ്ബിന്റെ തീരുമാനം. അതുകൊണ്ട് നീ ജനങ്ങളെ നിർബന്ധിക്കാൻ മെനക്കെടുകയാണോ അവർ വിശ്വാസികളായി മാറാൻ വേണ്ടി? അരുത്, വേണ്ട. മറ്റൊരു വിശാലമായ മേഖലയാണ് ഈ തുറന്നു വെക്കുന്നത്. നാഥൻ നമുക്ക് നൽകുന്ന ഒരു ബോധമുണ്ട്. ഈ നിങ്ങൾ താമസിക്കുന്ന ഭൂമിയിൽ, പ്രദേശത്ത് നിങ്ങൾ പരിചയപ്പെടുന്ന എല്ലാവരും, നിങ്ങൾ അറിയുന്ന എല്ലാവരും മുസ്ലിങ്ങൾ തന്നെ ആവണമെന്നില്ല. ഒരിക്കലും അത് സംഭവിക്കയില്ല. മനുഷ്യരെല്ലാം ഒരേ അളവിൽ ചിന്തിക്കണമെന്നാണ് റബ്ബിന്റെ തീരുമാനമെങ്കിൽ ഇതിങ്ങനെ വരില്ല. പക്ഷെ റബ്ബ് അങ്ങനെ തീരുമാനിച്ചിട്ടില്ല. തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം, ശരിയും തെറ്റും കണ്ടെത്താനുള്ള മാനദണ്ഡം, അതിനുള്ള അവകാശം മനുഷ്യർക്ക് വിട്ടുകൊടുത്ത സ്ഥിതിക്ക് ഒരുത്തിന് എ എന്ന മതം ശരിയായി തോന്നാം, മറ്റൊരുത്തിന് ബി എന്ന മതം ശരിയായി തോന്നാം, ഒരുത്തിനൊരു മതവും വേണ്ടെന്ന് തോന്നാം. അതൊക്കെ ഉണ്ടാവും. പക്ഷെ അതേസമയം അതെല്ലാം അംഗീകരിച്ചുകൊണ്ട് ആരെയും ഈ മതത്തിലേക്ക് കടന്നു വരാൻ ഒരു നിലക്കുള്ള ബലാത്കാരവും നടത്താതെ അവരും ജീവിക്കട്ടെ, നിങ്ങളും ജീവിച്ചോളൂ എന്ന വിശാലത, മതത്തിന്റെ പേരിൽ മനുഷ്യരെ അകറ്റാത്ത വിശാലത, മതത്തിന്റെ പേരിൽ മനുഷ്യനോടുള്ള സഹവർത്തിത്വം വിട്ടു നിൽക്കാത്ത വിശാലത വിശുദ്ധ ഖുർആൻ ലോകത്തിന്റെ മുമ്പിൽ വിളംബരം ചെയ്യുന്നു, മറ്റൊരു ഗ്രന്ഥവും നൽകാത്ത വിധത്തിൽ. ഈ കൂട്ടത്തിൽ മൂന്നാമത്തെ ഒരു വചനം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരട്ടെ. ലാ തകൂനു കല്ലത്തി നഖദത് ഗസ്ലഹാ മിൻ ബഅദി ഖുവത്തിൻ അൻകാസ അൻ തകൂന ഉമ്മത്തുൻ യ അർബാബിൻ ഉമ്മത്തിൻ. ഇതാ നിങ്ങളെ നൂൽ നൂറ്റതിന് ശേഷം അതിന്റെ പിഴകൾ ഉടച്ചു കഴിഞ്ഞ ഒരു പെണ്ണിനെ പോലെയാവരുത് നിങ്ങൾ. നൂറ്റെടുത്ത നൂലുകൾ മുഴുവൻ വളരെ സമയം കൊണ്ട് ഇഴകൾ ഉറപ്പുള്ള നൂലുകൾ നൂറ്റെടുത്തതിന് ശേഷം പിന്നെ ഇരുന്ന ആ നൂലിന്റെ ഇഴകളൊക്കെ പൊട്ടിച്ചു കളയുന്ന ഒരു പെണ്ണിനെ അതുപോലെ ആയിത്തീരുന്നു നിങ്ങൾ. എന്തുകൊണ്ട്? അന്തകൂന ഉമ്മത്തുൻ ഹിയ അർബാ മിൻ ഉമ്മത്തിൻ. ഒരു സമുദായം മറ്റൊരു സമുദായത്തെക്കാൾ എണ്ണത്തിൽ കൂടുതലായി എന്ന ന്യായത്തിന്റെ പേരിൽ നിങ്ങൾക്ക് ഇങ്ങനെ തോന്നിക്കൂടാ എന്ന് പറയുന്നൊരു ഉപദേശമുണ്ട് ഖുർആൻ. ആശയം മനസ്സിലായില്ലേ? അത് ആ വചനത്തിന്റെ പൊരുളിതാണ്. വിവിധ പ്രദേശങ്ങളിൽ താമസിക്കുന്ന, വിവിധ രാജ്യങ്ങളിൽ താമസിക്കുന്ന മനുഷ്യർ തമ്മിൽ, മുസ്ലിങ്ങളല്ല അല്ലാത്തവരും മുസ്ലിങ്ങളും തമ്മിലും ആ നിബന്ധനകളൊന്നുമില്ലാതെ മനുഷ്യർ തമ്മിൽ പല ബന്ധങ്ങളും ഊട്ടി ഉറപ്പിക്കും. നാളുകൾ കൊണ്ടാണ് ഈ മനുഷ്യന്റെ ബന്ധങ്ങൾ ഊട്ടി ഉറപ്പിക്കപ്പെടുന്നത്. ഹിന്ദുവും മുസൽമാനും തമ്മിലും, ഹിന്ദുവും ക്രിസ്ത്യാനിയും തമ്മിലും, മുസൽമാനും പാർസിയും തമ്മിലും, ഇന്ത്യക്കാരനും പാകിസ്ഥാനിയും തമ്മിലും, ഇന്ത്യക്കാരനും ചൈനക്കാരനും തമ്മിലും, വിവിധ നാട്ടിലെ ആളുകൾ തമ്മിൽ നാളുകൾ കൊണ്ട്, അവരുടെ പരിചയം കൊണ്ട്, ഉടമ്പടികൾ കൊണ്ട്, പല കാരണങ്ങൾ കൊണ്ട് മനുഷ്യ സൗഹൃദങ്ങൾ വളർന്നു വരും. ആ വളർന്നു വരുന്ന സൗഹൃദങ്ങൾ തല്ലി പൊളിക്കാൻ, പൊട്ടിച്ചെറിയാൻ, നശിപ്പിക്കാൻ അത്രയധിക സമയം വേണ്ടിവരില്ല. ഒരു ബന്ധം ഊട്ടിയുറപ്പിക്കപ്പെടാൻ, പ്രത്യേകിച്ച് സമുദായങ്ങൾ തമ്മിലുള്ള സ്നേഹം, സ്വരച്ചേർച്ച, ഐക്യം എന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ടായിത്തീരാൻ നൂറ്റാണ്ടുകളുടെ കാലപ്പഴക്കം വേണ്ടിവരും. ആ നൂറ്റാണ്ടുകളുടെ പഴക്കം കൊണ്ട് ഉരുത്തിരിഞ്ഞു വന്ന ഒരു സാമുദായിക സൗഹൃദ ബന്ധങ്ങൾ നിമിഷങ്ങൾ കൊണ്ട് നശിപ്പിച്ചെറിയുന്ന പൊട്ടത്തരം, വിഡ്ഢിത്തരം നിങ്ങളിൽ ഉണ്ടായിക്കൂടാ. കാത്തു സൂക്ഷിക്കണം ആ ബന്ധങ്ങളെ. നൂറ്റെടുത്ത നൂലുകളെ, തലമുറകൾ നൂറ്റെടുത്ത് നിങ്ങൾക്ക് കൈമാറി തന്ന നൂലുകളെ പിഴകളുടക്കാതെ കാത്തു സൂക്ഷിക്കേണ്ടവരാണ് നിങ്ങൾ എന്ന് നമ്മുടെ മസ്തിഷ്കത്തോട് സംസാരിക്കുന്നു ഖുർആൻ. ഒരു വചനം കൂടി ചൂണ്ടിക്കാണിക്കട്ടെ.
വലൗലാ ദഫുല്ലാഹി الناس بعضهم ببعض لهدمت صوامع وبيع وصلوات ومساجد يذكر فيها اسم الله كثيرا. ധർമ്മ സമരത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്, ജിഹാദിനെ കുറിച്ച്. ധർമ്മം നിലനിൽക്കാൻ, ലോകത്ത് നീതി നിലനിൽക്കാൻ ചിലപ്പോൾ ആയുധങ്ങളെടുത്ത് അടരാണ്ടേണ്ടി വരും എന്ന തത്വം ഖുർആൻ പഠിപ്പിക്കുന്നു. അതിൻ്റെതായ നിബന്ധനകളോടെ, അതിൻ്റെതായ മര്യാദകളോടെ. അതിന്റെ ലക്ഷ്യം പറയുന്ന വചനമാണ് സൂറത്തുൽ ഹജ്ജിലെ വചനം. ഇത് എന്താ പറഞ്ഞ ന്യായമെന്നറിയോ? പടച്ച റബ്ബ് ചില ശക്തന്മാരായ ആളുകളെ മറ്റു ചിലരെ കൊണ്ട് തടഞ്ഞു നിർത്തുന്ന ഒരു സംവിധാനമില്ലായിരുന്നുവെങ്കിൽ, പ്രതിരോധിച്ചു നിർത്തുന്ന ഒരു സംവിധാനമില്ലായിരുന്നുവെങ്കിൽ, നശിപ്പിക്കപ്പെടുന്നത് ആശ്രമങ്ങളും ക്രൈസ്തവ ദേവാലയങ്ങളും യഹൂദ ദേവാലയങ്ങളും പടച്ചവനെ ധാരാളമായി സ്മരിക്കപ്പെടുന്ന പള്ളികളുമായിരിക്കുമെന്നാണ്. എന്താണ് ആ ആയത്തിന്റെ പൊരുളെന്ന് നിങ്ങൾക്കറിയാം, ഓർമ്മയിലില്ലേ? മുസൽമാനോട് ധർമ്മസമരം നടത്താൻ പറഞ്ഞത് മുസൽമാന്റെ മാനം കാക്കാൻ വേണ്ടി മാത്രമല്ല. മുസ്ലിങ്ങളോട് ധർമ്മസമരത്തിന് ഇറങ്ങാൻ പറഞ്ഞത് മുസ്ലിങ്ങളുടെ ആരാധനാലയങ്ങൾ സംരക്ഷിക്കപ്പെടാൻ വേണ്ടി മാത്രമല്ല. മുസൽമാൻ ആയുധമെടുക്കേണ്ടി വരുന്നത്, മുസൽമാൻ ധർമ്മസമരത്തിന് ഒരുങ്ങേണ്ടി വരുന്നത് ആ പ്രദേശത്തെ സകലമാന ജനങ്ങളുടെയും ആരാധനാലയങ്ങൾ സംരക്ഷിക്കപ്പെടാനാണ്. അവിടെ ആ സന്യാസികളുടെ ആശ്രമങ്ങൾ, ഹൈന്ദവ ദേവാലയങ്ങൾ അത് തകർക്കപ്പെടരുത്. ക്രിസ്ത്യാനികളുണ്ടെങ്കിൽ അവരുടെ ദേവാലയങ്ങൾ തകർക്കപ്പെടരുത്. യഹൂദികളുണ്ടെങ്കിൽ അവരുടെ ദേവാലയങ്ങളും തകർക്കപ്പെടരുത്. മുസ്ലിം പള്ളികളും തകർക്കപ്പെടരുത്. ഒടുവിലാ അത് പറഞ്ഞത്. അല്ലാത്തൊരു വാക്കല്ലേ? ലോകത്ത് ഇത്ര വിശാലമായി ഈ കാര്യം സംസാരിച്ച ഏത് ഗ്രന്ഥമുണ്ട്, ഏത് തത്വശാസ്ത്രമുണ്ട്? അർത്ഥം എന്താണ്? ധർമ്മസമരം നടത്തുമ്പോൾ പോലും മനസ്സിലെ സങ്കുചിതമായ വീക്ഷണങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് വിശാലമായ ഒരു കാഴ്ചപ്പാടുകൂടി സമീപിക്കാൻ സാധിക്കണമെന്ന്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി ഒതുക്കട്ടെ, ഒന്നുകൂടി ആവർത്തിക്കട്ടെ. മനുഷ്യർ മുഴുവൻ ആദമിന്റെ സന്തതികളായതുകൊണ്ട് തന്നെ പരസ്പരമുള്ള സ്നേഹം, വിശാലമായ അർത്ഥത്തിലുള്ള സ്നേഹം നിലനിൽക്കണം മനുഷ്യർ തമ്മിൽ എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. അതുണ്ടാവണമെന്ന് പഠിപ്പിക്കുന്നു. എല്ലാ അതിരുകളും പിന്നെ നിബന്ധനകളും ഇല്ലാത്ത വിധത്തിൽ മനുഷ്യർ കാലാകാലങ്ങളിൽ ഊട്ടിയുറപ്പിക്കുന്ന സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും ബന്ധങ്ങളും കണ്ണികളും അവിവേകികളായ ചില ആളുകൾ തല്ലി പൊട്ടിക്കാനോ നശിപ്പിക്കാനോ പാടില്ല എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. ഒരിക്കലും ഒരു പ്രദേശത്തെ ജനങ്ങൾ അല്ലെങ്കിൽ ലോകത്തിലെ മുഴുവൻ ജനങ്ങളും കൂടി ഏകദൈവ വിശ്വാസികളായി തീരുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും നിലനിൽക്കേണ്ടതാണെന്ന് പഠിപ്പിക്കുന്നു. മാത്രമല്ല, മുസൽമാന്റെ ചുമലിൽ ഉത്തരവാദിത്വം കൂടി ഏൽപ്പിച്ചു തന്നിരിക്കുന്നു. നീ ജീവിക്കുന്ന പ്രദേശങ്ങളിലെ മറ്റു മതസ്ഥരുടെ ആരാധനാലയങ്ങൾ വരെ സംരക്ഷിക്കാൻ നീ പലപ്പോഴും ധർമ്മസമരത്തിന് ഇറങ്ങേണ്ടി വരും എന്ന ബോധവും കൂടി നൽകുന്നു. ഞാൻ പറയുന്ന വിഷയവുമായി ഇതിന്റെ ബന്ധം എന്താണെന്ന് ഞാൻ പറയാം. നമുക്ക് മനസ്സിലാക്കാനുള്ളൊരു ഭാഗം, മനുഷ്യ സ്നേഹത്തിന്, മനുഷ്യർ തമ്മിലുള്ള ബന്ധത്തിന് വളരെ വ്യക്തമായ ബോധം എന്ത് ചെയ്യണമെന്നതിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പ്രതിപാദിച്ചു തന്നിട്ടുണ്ട് എന്ന്. ഇതൊരു തരം ധിക്കാരത്തിന്റെ വാക്കല്ല, ഇതൊരു തരം അതിര് കടഞ്ഞ അവകാശവാദവുമല്ല. മനുഷ്യ ജീവിതത്തിന്റെ ഏത് മേഖലയെ പറ്റിയാവട്ടെ, മനുഷ്യർ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഏത് പ്രശ്നമാവട്ടെ, അതിനെക്കുറിച്ചൊരു തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടി ബന്ധപ്പെടുമ്പോൾ, അധ്വാനിക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ മറിക്കുക. പടച്ച റബ്ബ് എന്ന് പറഞ്ഞിരിക്കുന്നു, പടച്ച റബ്ബ് പറഞ്ഞത് ഇതാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എന്താണ് ഈ പറഞ്ഞതിന്റെ ആശയം? ഈ പറഞ്ഞതിന്റെ ആശയം ചുരുക്കുകയാണ് ഞാൻ, ഓർമ്മിക്കാൻ വേണ്ടി സംഗ്രഹിക്കുകയാണ് ഞാൻ. എന്താണ് ആ പറഞ്ഞ ആശയം എന്നറിയോ? മനുഷ്യര് ജന്മന ജനിച്ചുപോയ നാടുകളുടെ പേരിൽ അല്ലെങ്കിൽ അവന്റെ പ്രകൃതിയുടെ പേരിൽ, സംസാരിക്കുന്ന ഭാഷയുടെ പേരിൽ അനൈക്യങ്ങളോ വ്യത്യാസങ്ങളോ ഉണ്ടാവാം. അല്ലെങ്കിൽ കാലാകാലങ്ങളിൽ മനുഷ്യൻ മാറ്റി വരയ്ക്കുന്ന അതിർത്തികൾ, അതാണ് രാജ്യത്തിന്റെ അതിർത്തികൾ എന്നത്. ഇന്ത്യയുടെ, പാകിസ്ഥാന്റെ, ബംഗ്ലാദേശിന്റെ, ലോകത്തിലെ മിക്ക രാജ്യങ്ങളുടെയും അതിർത്തികൾ കാലാകാലങ്ങളിൽ പുതുതായി വരക്കപ്പെട്ടത്. ആ മാറ്റി നിർവചിക്കപ്പെടുന്ന അതിർവരമ്പുകളുടെ അടിസ്ഥാനത്തിൽ മനുഷ്യനെ സ്നേഹിക്കുകയും വെറുക്കുകയും ചെയ്യുന്ന ഒരു തത്വത്തെ ഇസ്ലാം എതിർക്കുന്നു. മനുഷ്യ സ്നേഹം എന്ന് പറയുന്ന വികാരത്തെ ഉയർന്ന നിലയിൽ പഠിപ്പിക്കുകയും ഉയർത്തി നിൽക്കുകയും ചെയ്യുമ്പോൾ സങ്കുചിതമായ ഒരു വികാരത്തിലുള്ള ദേശീയ ബോധമില്ലേ, ദേശസ്നേഹമില്ലേ, അതിനെ പരിപൂർണമായി നിരാകരിക്കുകയും ചെയ്യുന്നു. ഇതാണ് ഈ വിഷയത്തിൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. മനുഷ്യനെ സ്നേഹിക്കണം. ഇന്നലെ വരെ ഉണ്ടായിരുന്ന അതിരുകൾ യുദ്ധങ്ങളുടെയോ മറ്റ് സാഹചര്യങ്ങളുടെയോ മാറ്റി വരക്കപ്പെടുമ്പോൾ
ഇന്നലെ വരെ ഉണ്ടായ സുഹൃത്തുക്കൾ നാളെ മുതൽ ശത്രുക്കളായി മാറാൻ പാടില്ല. ഇന്നലെ വരെ ഉണ്ടായിരുന്ന ശത്രുക്കൾ മിത്രങ്ങളായി മാറുന്നതിന് വിരോധമില്ല. പക്ഷെ പുതിയ ശത്രുതകളോട് എടുക്കാൻ പാടില്ല. അതിരുകളുടെ പേരിലാണോ മനുഷ്യൻ സ്നേഹിക്കേണ്ടത്? ഈ അർത്ഥത്തിലാണോ ദേശസ്നേഹം എന്ന പദം ഉപയോഗിക്കുന്നത്? ഈ അർത്ഥത്തിലാണോ ദേശീയ ബോധം എന്ന് ഉപയോഗിക്കുന്നത്? എങ്കിൽ ആ പദത്തോട് അലർജിയാണ്, ആ പദത്തോട് വെറുപ്പാണ്, ആ ആശയത്തോടും വെറുപ്പാണ്. നേരെ മറിച്ച് ഈ വിശ്വാസത്തെ, ഈ ആശയത്തെ മനുഷ്യർ തമ്മിലുള്ള സ്നേഹത്തിന് കണക്കാക്കപ്പെടുന്ന ഒരു മാനദണ്ഡം, ഒരു രൂപരേഖ എന്ന അർത്ഥത്തിലാണെങ്കിൽ അതിനെ അംഗീകരിക്കാനും തയ്യാറാണ്. ഞാൻ ആവർത്തിക്കാം ഒന്നുകൂടി ബാക്കി കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചതിന് ശേഷം. ഈ പറയുന്ന വിശുദ്ധ ഖുർആന്റെ ആശയത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന മനുഷ്യർ കണ്ട, മനുഷ്യ ജന്മം ഉടലെടുത്തവരുടെ കൂട്ടത്തിൽ ഇത്രമാത്രം പരിപൂർണരായ ഒരു വ്യക്തിയെ വായിച്ചു നോക്കിയിട്ട് പരിചയപ്പെടാൻ കഴിയുന്നില്ല എന്നതാണ് നമ്മുടെ അവസ്ഥ. അത് മുസ്ലിങ്ങളായതുകൊണ്ട് മാത്രം പറയുന്നതല്ല, സത്യമായിട്ടും അവസ്ഥയാണ്. അദ്ദേഹം ജീവിതത്തിൽ ഇത് പറയുക മാത്രമല്ല, വ്യക്തമായ രേഖ കാണിച്ചു തരികയും ചെയ്യും. അദ്ദേഹത്തിന്റെ അനുചരന്മാരുടെ കൂട്ടത്തിൽ വർഗവ്യത്യാസങ്ങളില്ല, വർണ്ണ വ്യത്യാസങ്ങളില്ല, രാജ്യത്തിന്റെ അതിർത്തികളുടെ വ്യത്യാസങ്ങളില്ല. അതിരുകൾ കടന്ന സ്നേഹം നിലനിർത്തി. എത്യോപ്യയിലെ താൻ കണ്ടിട്ടില്ലാത്ത ഒരു കൂട്ടുകാരന് വേണ്ടി പ്രാർത്ഥിക്കാൻ വരെ തയ്യാറായി പഠിപ്പിച്ചു അനുയായികളുണ്ട്. പേർഷ്യയിൽ നിന്ന് വന്ന സൽമാൻ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങ് ആഫ്രിക്കയിലെ ഏതോ കാട്ടിൽ നിന്ന് വന്ന, ഒരു ഉൾപ്രദേശത്ത് വന്ന ബിലാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനോടൊപ്പം ഒരുമിച്ച് നടക്കാറുണ്ടായിരുന്നു, ജീവിക്കാറുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം, ആ അനുചരന്മാരിൽ അതുണ്ടായിരുന്നു. മാത്രമല്ല, അദ്ദേഹം പറഞ്ഞ വാക്കുകളിൽ മുഴുവൻ, അദ്ദേഹം പഠിപ്പിച്ച വചനങ്ങളിൽ മുഴുവൻ അതാണ് നിലനിന്നത്. ലോകത്ത് ഏതെങ്കിലും ഒരു നേതാവ് ഒരു പ്രദേശത്ത് വന്നിട്ട് ആ നാട്ടുകാർക്ക് വേണ്ടി വാദിക്കാതെ മരിച്ചു പോയിട്ടുണ്ട്. ഇന്ത്യക്കാരന്റെ മഹിമ പറയാതെ ഏതെങ്കിലും ഒരു ഭാരതീയ നേതാവ് കഴിഞ്ഞുപോയി, അമേരിക്കക്കാരന്റെ പോരിശ പറയാതെ ഏതെങ്കിലും ഒരു അമേരിക്കൻ നേതാവ് കടന്നുപോയോ? അതാ ലോകനീതി. പക്ഷെ പ്രവാചകന്റെ വചനം കേൾക്കണം. കുല്ലുക്കും മിൻ ആദം വആദമിൻ തുറാബ്. നിങ്ങളെല്ലാവരും ആദമിന്റെ മക്കളാണ്. ആദമോ മണ്ണിന്റെ സന്തതിയും, മണ്ണിൽ നിന്നുണ്ടായതാണ്. ലാ ഫദ്ല ലി അറബിയിൻ അലാ അജമിയിൻ. ഒരു അറബി സംസാരിക്കുന്നവന്, ഒരു അറബി വംശജന് ഒരു മഹത്വവും കൽപ്പിക്കേണ്ടതില്ല അനറബി സംസാരിക്കുന്നതിനേക്കാളേറെ. ഇല്ല ബിത്തഖ്വ, അവന്റെ ജീവിതത്തിലെ സൂക്ഷ്മത കൊണ്ടല്ലാതെ. പ്രവാസ ജീവിതത്തില് വിവിധ തരങ്ങളിൽപ്പെട്ട അറബികളായ സഹോദരങ്ങളുമായി ഇടപഴകേണ്ടി വന്ന നാം ഈ വചനത്തിന്റെ ആഴം തൊട്ടറിഞ്ഞവരാ. ഞങ്ങൾ അറബി നാഷണാലിറ്റിയിൽപ്പെട്ടവരാണ്, അറബി ദേശീയതയിൽപ്പെട്ടവരാണ്, ഞങ്ങൾ അതാണ് ഇതാണ്. നീ ഹിന്ദിയാണ്, നീ പാകിസ്ഥാനിയാണ്, നീ ബംഗാളിയാണെന്ന് ചിന്തിക്കുന്ന വിവരം കുറഞ്ഞ ചില ആളുകളെ നമ്മൾ കാണാറുണ്ട്. വിവരം കുറഞ്ഞവർ, എന്താണെന്ന് മനസ്സിലായിട്ടില്ലാത്തവർ. അവർക്ക് നേരെ ആ പ്രവാചകൻ താൻ ഒരു അറബി വംശത്തിൽപ്പെട്ടവനാണെന്നതൊരു മഹിമയായി എടുത്തു പറയരുത്. അറബി സംസാരിക്കാത്തവനേക്കാളേറെ തനിക്ക് ജീവിതത്തിലുള്ള സൂക്ഷ്മതയുണ്ടോ, താൻ പറഞ്ഞോളൂ, താൻ മെച്ചപ്പെട്ടവനാണ്. കർമ്മങ്ങൾ കൊണ്ട് സാവധാനത്തിലായവനെ തറവാട് മഹിമ കൊണ്ട് മുന്നോട്ട് വേഗത്തിലാക്കാൻ ആർക്കും കഴിയില്ല. എന്തോ ഒരു രസകരമായ വാചകമാണ്. കർമ്മം കൊണ്ട് പതുക്കെയാണ് ആമയെപ്പോലെ അവൻ പോകുന്നുള്ളൂ എന്ന് വെച്ചാൽ കർമ്മങ്ങളൊക്കെ കുറവാ, മോശമാ. പക്ഷെ ഉയർന്ന കുടുംബത്തിൽപ്പെട്ടവനാ, തറവാട്ടിൽപ്പെട്ടവനാ, ദേശത്തിൽപ്പെട്ടവനാ, അതുകൊണ്ട് ആർക്കും ഒരു മഹിമയും ഇല്ലടോ എന്ന് ചൊല്ലി പഠിപ്പിച്ചെന്നാ പ്രവാചകൻ പോയത്. പ്രവാചകൻ മാത്രമാണ്. പിൽക്കാലത്ത് 1924 വരെ മാറി മാറി നിലനിന്ന ലോകത്തെ നയിച്ച, മുസ്ലിങ്ങളെ മാത്രമല്ല ലോകത്തെ നയിച്ച ഖിലാഫത്ത് ഉണ്ടായിരുന്നു മുസ്ലിങ്ങൾക്ക്. മുസ്ലിങ്ങളാണ് ലോകത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്തത്. റാഷിദികളായിരിക്കാം, അല്ലെങ്കിൽ ഉമവിയ ആയിരിക്കാം, അബ്ബാസി ആയിരിക്കണം, മംലൂക്കികളായിരിക്കാം, ഉസ്മാനികളായിരിക്കാം, ആരോ ആവട്ടെ, ലോകത്തിന്റെ നിയന്ത്രണം വരെ കയ്യിലാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ലോകത്തെ മുസ്ലിം ചരിത്ര ഭരണാധികാരികളെ പഠിച്ചിട്ട് അവർ ഭരിക്കുന്ന നാട്ടിലെ ജനങ്ങൾക്കിടയിലുള്ള ജാതീയതയോ വംശീയതയോ ഊതി വീർപ്പിച്ച് ആളുകളെ തമ്മിൽ അകറ്റി നിർത്തി തമ്മിലടിപ്പിച്ചിട്ട് അതിലൂടെ തന്റെ അധികാരം നിലനിർത്തിയ ഒരൊറ്റ ഭരണാധികാരിയുടെ പേര് പറയാൻ സാധിക്കും? ഇതൊരു വെല്ലുവിളിയാണ്. ചരിത്രമറിയാവുന്നതിന് മുമ്പിൽ മുസൽമാന് ചോദിക്കാനുള്ള ഒരു വെല്ലുവിളി. താൻ ഭരിക്കുന്ന നാട്ടിൽ വിവിധ തരത്തിലുള്ള ജനങ്ങൾ, വിവിധ മതവിഭാഗക്കാരായ ആളുകൾ, വിവിധ ജാതിയിൽ, വിവിധ തൊഴിലിൽ, വിവിധ വർഗത്തിൽപ്പെട്ട ജനങ്ങൾ ജീവിക്കുമ്പോൾ
ആ ആളുകൾക്കിടയിൽ ഭിന്നതയും അകൽച്ചയും ഉണ്ടാക്കി തീർത്ത് വരുത്തി തീർത്ത് ആ ശ്രമങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് തന്റെ അധികാര കസേല കൊണ്ടു നടന്ന സ്ഥാപിച്ചെടുത്ത നിലനിർത്തിയ ഒരൊറ്റ ഭരണാധികാരി മുസ്ലിം ചരിത്രത്തിലില്ല. ഇന്നേ വരെ നിങ്ങളും കേട്ടിട്ടില്ല, ഉണ്ടായിട്ടില്ല. അവർക്ക് സാധിക്കുമായിരുന്നില്ല വേണമെങ്കിൽ? ഇല്ല. പകരം വിവിധ മതവിഭാഗങ്ങളും ജനവിഭാഗങ്ങളും ജാതിയുടെയും സഭയുടെയും പേരിൽ ശണ്ട കൂടാൻ ഒരുപ്പെട്ടപ്പോൾ അവിടങ്ങളിൽ മധ്യസ്ഥം പറഞ്ഞ് സ്നേഹത്തിന്റെ വശങ്ങൾ പറഞ്ഞു കൊടുത്ത് ഒരുമിപ്പിച്ച് കൊണ്ടുപോകാൻ മാത്രമേ അത് പലപ്പോഴും അവരുടെ സ്വന്തം അധികാര കസേരകൾക്ക് നാശമായി വഹിക്കുമെന്ന് അറിഞ്ഞിട്ടുകൂടി അവർ ആ മാർഗത്തിലാ മുന്നോട്ട് പോയത്. ലോകത്ത് അടിമകളെ രാജഭരണം ഏൽപ്പിച്ച ഒരു തലമുറയെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. അടിമകളെ അതെന്താ സംഭവം എന്നറിയോ നിങ്ങൾ? ഇന്നിപ്പോ നിങ്ങൾ അറബി സഹോദരങ്ങളെ കാണാറില്ലേ? ദരിദ്രരായ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പോയി ചെറിയ കുട്ടികളെ വില കൊടുത്ത് വാങ്ങിച്ചു കൊണ്ടുവന്ന് കുതിരയോട്ടത്തിനും ഒട്ടകയോട്ടത്തിനുമൊക്കെ മുകളിൽ ഇരുത്തുന്ന ഇപ്പോൾ വിരോധിക്കപ്പെട്ടൊരു സമ്പ്രദായം. ഇതുപോലെ പണ്ട് കാലത്ത് മുസ്ലിങ്ങൾ ചെയ്തൊരു സമ്പ്രദായം. എന്താണെന്നറിയോ? ദൂരദിക്കുകളിൽ പോയി ദരിദ്രന്മാരായ ആളുകൾ പണ്ട് കുട്ടികളെ വിൽക്കാൻ പണ്ടേ തയ്യാറാണ്. മുന്നിൽ കടന്ന് തന്റെ മകൻ തന്റെ മകൾ ആഹാരം ലഭിക്കാതെ ചത്ത് പിടയുന്നത് കാണുന്നതിനേക്കാളേറെ നല്ലത് എവിടെയെങ്കിലും പോയി ജീവിക്കുന്നുവെങ്കിൽ അവരുടെ ചിന്ത. സത്യം, ഞാൻ അടിമത്വത്തെ പ്രോത്സാഹിപ്പിക്കുകയല്ല. അതൊരു കാലഘട്ടത്തിൽ മനുഷ്യ ജീവിതത്തിന് ആവശ്യമായ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചതാണ്. ഞാൻ പറയട്ടെ ഒരു വാക്കുകൂടി. ആ ആഫ്രിക്കയിൽ നിന്ന് നിങ്ങൾ കാണുന്നില്ലേ കുറെ ദാരിദ്ര്യത്തിന്റെ ചിത്രം? എല്ലും തോലുമായി വരും തലയോട്ടിയായ മക്കളെയും വെച്ചുകൊണ്ട് കാത്തിരിക്കുന്ന കുറെ ഉമ്മമാർ. ആ ഉമ്മമാരുടെ പക്കൽ പണം കൊടുത്തിട്ട് നിങ്ങളെ മകനെ ഞാൻ കൂട്ടിക്കൊണ്ടുപോയി വളർത്താം എന്ന് പറഞ്ഞാൽ സന്തോഷത്തോടെ അമ്മ മകനെ ഏൽപ്പിക്കും. ആ ഉമ്മാന്റെ മനസ്സിലെ വികാരം എന്താണെന്നറിയോ? ഞാൻ നൊന്തുപറ്റ മകൻ എവിടെയെങ്കിലും ജീവിച്ചിരിക്കുന്നുവല്ലോ, എന്റെ കണ്ണിന് മുന്നിൽ വെച്ച് പെടഞ്ഞ് മരിക്കുന്നത് ഞാൻ കാണേണ്ടല്ലോ എന്നാണ്. മുസ്ലിങ്ങൾ ചെയ്തത് എന്താണെന്നറിയോ? ഈ ദാരിദ്ര്യത്തെ ചൂഷണം ചെയ്യാനല്ല, വിവിധ പ്രദേശങ്ങളിൽ കടന്നു ചെന്ന് അവിടെ നിന്ന് കുട്ടികളെ അവർ വിലക്ക് വാങ്ങിച്ച കുട്ടികളെ അവർ കൊണ്ടുവന്നിട്ട് അടിമകളായല്ല വളർത്തിയത്. അത് സാങ്കേതികമായി മാത്രമാണ് അടിമകൾ. സ്വന്തം മക്കളെ പോലെ വളർത്തി. അവർക്കാവശ്യമായ മതപരമായ വിജ്ഞാനവും ഭൗതികമായ വിജ്ഞാനങ്ങളും നൽകി. അവരായുധാഭ്യാസം പഠിപ്പിച്ചു. അവരെ സൈന്യത്തിലെ സർക്കാരിന്റെ ഉന്നത സ്ഥാനങ്ങളിൽ കൊണ്ടുപോയി നിർത്തി. സ്വന്തം മക്കളെയല്ല, അന്യദിക്കുകളിൽ നിന്ന് പണം കൊടുത്ത് വാങ്ങിച്ചു കൊണ്ടുവന്ന നിരാലംബരായ കുട്ടികളെ കൂട്ടിക്കൊണ്ടുവന്ന് ആ കുട്ടികൾക്ക് വേണ്ട എല്ലാ വിദ്യാഭ്യാസവും ഭക്ഷണവും ആരോഗ്യവും ജീവിത സൗകര്യങ്ങളും നൽകി വളർത്തിയിട്ട് അവരെ രാജ്യതന്ത്രജ്ഞന്മാരാക്കി മാറ്റിയെടുത്തതാണ് അടിമവംശം എന്ന് പറയുന്നതിന്റെ പശ്ചാത്തലം. ഇത് ഈ ഉദാഹരണം ലോകത്ത് ഇന്നേ വരെ പറയാൻ ഒരു സമുദായത്തിനെ അവകാശമുള്ളൂ, മുസ്ലിം സമുദായത്തിന് മാത്രം. നാം അടിമവംശത്തെ പറ്റി കേൾക്കുന്നത് ഇന്ത്യയിൽ കുത്തുബുദ്ദീന്റെയും മറ്റും കാലഘട്ടങ്ങളിൽ ഉണ്ടായതിനെ പറ്റിയാണ്. പക്ഷെ തെറ്റാണ് ആ ധാരണ. ഇസ്ലാമിക ചരിത്രത്തിൽ ഉമവിയ്യ കാലഘട്ടം 132 വരെ നിലനിന്നതിന്റെ പിറകെ ഹിജ്റ 132 മുതൽ 656 വരെ അബ്ബാസിയ കാലഘട്ടമാണ് നിലനിന്നിരുന്നത്. ആ ഖിലാഫത്തിന്റെ പേരതാണ്. 656 മംഗോളിയയുടെ ഭാഗത്ത് വന്ന താർത്താരികൾ ഇസ്ലാമിക ഖലീഫയെ നശിപ്പിക്കുകയും ബഗ്ദാദ് തകർക്കുകയും ചെയ്തതിൽ പിറകെ പിന്നീട് മുസ്ലിങ്ങൾക്കൊരു ഖിലാഫത്ത് വരുന്നത് തുർക്കി കേന്ദ്രമാക്കി ഉസ്മാനിയ ഖിലാഫത്താണ്. അത് ഹിജ്റ 699-ലാണ്. ഈ 656 ബഗ്ദാദ് തകർന്നതിന്റെ ശേഷം 699 വരെയുള്ള ഈ ഇടവേളകളിൽ മുസ്ലിം ലോകത്തെ നയിച്ച ആരാണെന്നറിയോ? ഈജിപ്തിലെ മംലൂക്കി വംശമാണ്. ഈജിപ്തിലെ അടിമവംശ രാജാക്കന്മാരാണ്, ഖലീഫമാരാണ്. ഈ 656 മുതൽ ഇസ്ലാമിക ചരിത്രത്തിന്റെ മുസ്ലിം ലോകത്തിന്റെ നേതൃത്വം കൈകൊണ്ടത് ആരാണെന്ന് പരിശോധിച്ചാൽ ചരിത്രത്തിൽ കാണുന്ന അത്ഭുതം, ഹിജ്റ വർഷം 656 മുതൽ ഹിജ്റ വർഷം 699 വരെയുള്ള കാലഘട്ടത്തിൽ മുസ്ലിങ്ങളുടെ ഖിലാഫത്ത്. പക്ഷെ അവർ ഖലീഫ എന്ന സാങ്കേതിക നാമം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല. അവർ സുൽത്താൻ എന്നേ അറിയപ്പെട്ടുള്ളൂ. മംലൂക്കികൾ, അവരുടെ കേന്ദ്രം ഈജിപ്തിലാണ്. ഡമസ്കസിൽ നിന്ന് ബഗ്ദാദിലും, ബഗ്ദാദിൽ നിന്ന് ഈജിപ്തിൽ നിന്ന് പിന്നീട് ഇസ്തംബൂളിലേക്കും ഇസ്ലാമിക ഖിലാഫത്തിന്റെ സ്ഥാനങ്ങൾ മാറി എന്നതാണ് ചരിത്രത്തിന്റെ വസ്തുത. ഞാൻ പറഞ്ഞത്, പിന്നീട് വന്ന ഖലീഫമാർ, പ്രവാചകന്റെ പിൻഗാമികളായി വന്ന ഭരണാധികാരികൾ ഈ ഖുർആൻ പഠിപ്പിച്ച തത്വത്തെ, അതിരുകളില്ലാത്ത മനുഷ്യ സ്നേഹത്തെ, അവൻ പിറന്ന നാടിനെയോ ദേശത്തെയോ അന്വേഷിക്കാതെ സ്നേഹിക്കുന്ന വികാരത്തെ
പരിപോഷിപ്പിച്ചെടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി ചൂണ്ടിക്കാണിക്കാവുന്ന ഒരു ഭാഗം പറയട്ടെ. പ്രവാചകൻ മക്കയിൽ ജനിച്ചവനാണ്. മക്കയാണ് അദ്ദേഹത്തിന്റെ ദേശം, അല്ലെ? എന്നിട്ട് ഹിജ്റയുടെ 8-ാം വർഷം മക്ക ജയിച്ച് കീഴടക്കിയപ്പോൾ ഞാൻ എൻ്റെ മാതൃരാജ്യം മാതൃപ്രദേശം വിട്ടൊഴിയുന്നില്ല എന്നാണ് പ്രവാചകൻ തീരുമാനിച്ചത്, അതോ ഞാൻ ഈ നാട്ടിൽ നിന്ന് പോകുന്നു എന്ന്? ബദറിലും മുഹദിലും ഷഹീദായ ശുഹദാക്കന്മാർ ആരെങ്കിലും വസീയത്ത് പറഞ്ഞിരുന്നുവോ? എന്റെ മയ്യത്ത് ബദറിന്റെ താഴ്വരയിലോ ഉഹദിന്റെ താഴ്വരയിലോ മറമാടരുത്, എന്റെ ദേഹം, എന്റെ ജഡം മറവ് ചെയ്യേണ്ടത് എന്റെ ജന്മനാടായ മക്കയിലാണ്, എന്റെ ജന്മനാടായ മദീനയിലാണ്? ഇല്ല. ആ സങ്കുചത്തിലേക്ക് പോവാതിരിക്കുകയും അതേസമയം അതിരുകളില്ലാത്ത ഒരു മനുഷ്യ സ്നേഹത്തെ പഠിപ്പിച്ചെടുക്കുകയും ചെയ്തു. ഇതാണ് പ്രവാചകനും ചെയ്തത്, ഖുലഫാക്കളും ചെയ്തത്. ഒരു കാര്യവും കൂടി ഈ ഭരണാധികാരികൾ പൂർവികരായവർ ചെയ്തതിനെ കുറിച്ച് പറയട്ടെ. 8 നൂറ്റാണ്ട് കാലം ഇന്ത്യയുടെ നിയന്ത്രണം മുസ്ലിങ്ങളുടെ കൈകളിലാണ്. സാധാരണ നമ്മളൊക്കെ കേൾക്കാറ് മുസ്ലിങ്ങൾ ആയുധത്തിന്റെ ബലത്തിലാണ് അവരുടെ ആദർശം പ്രചരിപ്പിച്ചത് എന്നാണ്. മലയാളികളായ എഴുത്തുകാർ, മലയാളികളായ രാഷ്ട്രീയ നേതാക്കന്മാർ ചങ്ക് പൊട്ടി പറയാറുണ്ട് പലപ്പോഴും. അധ്യാപകന്മാരും അധ്യാപികമാരും ചരിത്രം പഠിപ്പിക്കുന്നവർ കുട്ടികളെ സമർത്ഥമായി ഇത് പഠിപ്പിക്കാൻ മെനക്കെടാറുണ്ട്. പക്ഷെ ഇവർക്കൊക്കെ അറിയാം, എക്കാലത്തും ഇന്ത്യയിൽ സജീവമായ ഇസ്ലാമിക സാന്നിധ്യം നിലനിന്ന പ്രദേശമാണ് കേരളം. കേരളം എന്ന സംസ്ഥാനം രൂപീകരിക്കപ്പെടുന്നത് പിന്നിലാണെങ്കിലും ഈ പ്രദേശം എന്നും ശക്തമായ ഒരു ഇസ്ലാമിക സംവിധാനത്തിന്റെ മേഖലയാണ്. എന്നാണ് കേരളത്തില് മുസ്ലിങ്ങൾ ഒരു ആയുധ സമരം നടത്തിയത്? 1400 ചില്ലാനും വർഷം കഴിഞ്ഞു. എവിടെയാണ് മുസ്ലിങ്ങൾ ഒരു ജിഹാദ് നടത്തിയത്? ഇസ്ലാമിക പ്രബോധനത്തിനും നിലനിൽപ്പിനും വേണ്ടി മുസ്ലിങ്ങൾ ഒഴുക്കിയ രക്തമേതാണ് കേരളത്തില്? ഏത് രാജാവിനെയാണ് അവർ കശാപ്പ് ചെയ്തത്? ഏത് അമ്പലമാണ് അവർ നശിപ്പിച്ചത്? ഏത് വേദഗ്രന്ഥമാണ് അവർ ചുട്ടുകരിച്ചത്? ഏത് സമുദായത്തെയാണ് അവർ നിഗ്രഹിച്ചത്? ഒന്നും സംഭവിച്ചിട്ടില്ല. ഇതറിയാവുന്നവനാ പുറപ്പുറത്ത് കയറി വിളിച്ചു പറയുന്നത് മുസൽമാൻ കടന്നു വന്നത് ആയുധം കൊണ്ട്, ആയുധം കൊണ്ട്. എന്തിനാ നിങ്ങളോട് ഇത് പറയുന്നതെന്നറിയോ? ഈ സന്ദർഭത്തിൽ ഇതൊക്കെ സംസാരിക്കുന്നതെന്നറിയോ? ഈ തരം സംസാരങ്ങളെയോ വിമർശനങ്ങളെയോ കേൾക്കുന്ന സമയത്ത് ഇതൊന്നും തനിക്ക് ബാധകമെന്ന മട്ടിൽ മൗനം പാലിക്കാനും നിസ്സംഗത പാലിക്കാനും അല്ല പടച്ചവൻ നമ്മളെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് എന്നറിയാനും, സ്വന്തം ആദർശത്തിന്റെ നേരെ, സ്വന്തം തത്വശാസ്ത്രത്തിനെതിരെ, സ്വന്തം വിശ്വാസത്തിനെതിരെ, താൻ ആദരിച്ച് ബഹുമാനിക്കുന്ന പ്രവാചകനെതിരെ, താൻ വിശ്വസിച്ച് ആദരിച്ച് ബഹുമാനപൂർവ്വം പാരായണം ചെയ്യുന്ന വിശുദ്ധ ഗ്രന്ഥത്തിനെതിരെ, അതിനപ്പുറം മനുഷ്യൻ നീതി എന്തെന്ന് പഠിപ്പിച്ച് നീതിയോടുകൂടി ഭരണം നടത്തുന്ന രാജാതിരാജനായ സൃഷ്ടാവിനെതിരെ അപക്വമായ അനീതിയായ ആരോപണങ്ങൾ ഉയരുമ്പോ, തെറ്റിദ്ധരിപ്പിക്കപ്പെടുമ്പോ മൗനം പാലിക്കേണ്ടവരാ നമ്മള്? നമ്മൾ അതിനുവേണ്ടി ഒരു പ്രതികരണവും നടത്താതിരിക്കേണ്ടവരാണോ നമ്മള്? കുറ്റക്കാരാവില്ലേ നമ്മള്? ഉഹദ് യുദ്ധത്തിന്റെ ഒരു രംഗം സാന്ദർഭികമായി ഓർമ്മയിൽപ്പെടുത്തട്ടെ. നിങ്ങൾക്കറിയാം ആ രംഗം. ആ പരാജയമായിരുന്നു ഒരു അവസാനം അതിലുണ്ടായത്. ആ യുദ്ധത്തിൽ മറുപക്ഷത്ത് അബൂ സുഫിയാൻ ഉണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹം സഹാബിയായി റളിയല്ലാഹു അൻഹു. പോരാൻ നേരം പരാജിതരായ പ്രവാചകരും സഹാബികളും തിരിച്ചു പോരാൻ നേരം അബൂ സുഫിയാൻ അവിടെ നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു, നബിയുടെ പേരാ വിളിച്ചത് അതെയാണ്. എന്നിട്ട് പറഞ്ഞു, നിനക്ക് മനസ്സിലായില്ലേ, ഇതാണ് യുദ്ധം. കഴിഞ്ഞ തവണ നീ ജയിച്ചു, ഈ തവണ ഞങ്ങൾ തോറ്റു. പകരത്തിന് പകരമായി അടുത്ത വർഷം ഞങ്ങൾ ഇതിന് ആഘോഷിക്കാൻ നീയും വരും. അടുത്ത വർഷം 3-ാം വർഷം ഞങ്ങൾ വരും, നീയും വരണം. എന്നിട്ട് കുറച്ച് അസഭ്യ വാക്കുകൾ പ്രവാചകനെ പറ്റി പറഞ്ഞു. സ്വന്തം ജീവിതത്തെക്കാളേറെ ജീവനേക്കാളേറെ പ്രവാചകനെ സ്നേഹിക്കുന്ന സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തിപരമായി തേജോവധം ചെയ്യുന്ന വചനങ്ങൾ കേട്ടപ്പോ അവർ രോഷാകുലരായി പ്രതികരിക്കാൻ മെനക്കെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമാധാനിപ്പിച്ച് പറഞ്ഞു, ഒന്നും പറയണ്ട, എന്നെയല്ല, വ്യക്തിപരമായിട്ടല്ലേ, ആദർശത്തെ അല്ലല്ലോ പ്രതികരിക്കേണ്ട എന്ന് പറഞ്ഞു. പിന്നീട് അബൂ സുഫിയാൻ ഈ സംസാരത്തിന് ശേഷം തന്റെ കയ്യിലുണ്ടായിരുന്ന ഹുബല എന്ന് പറയുന്ന ദേവിയുടെ ഒരു പ്രതിമ വിഗ്രഹം അത് ഉയർത്തിപ്പിടിച്ചിട്ട് പറഞ്ഞു, ഇതാ ഹുബല ദേവി ഞങ്ങളെ സംരക്ഷിച്ചു, നിങ്ങൾക്ക് രക്ഷകനില്ല, നിങ്ങളെ സഹായിക്കാൻ ഈ ലോകത്തൊരു ശക്തിക്കും കഴിയില്ല, അതുകൊണ്ടാണ് നിങ്ങൾ പരാജയപ്പെട്ടത് എന്ന് പറഞ്ഞു. അന്നേരം നബിയുടെ പ്രതികരണം വന്നു, അതിന് മറുപടി കൊടുത്തിട്ട് ഇവിടുന്ന് പോയാ മതി.
വ്യക്തിപരമായ ആരോപണങ്ങൾ തനിക്ക് നേരെ ഉണ്ടായപ്പോൾ അതിന് മറുപടി പറയേണ്ടതില്ലെന്ന് പഠിപ്പിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദർശപരമായ ഒരാരോപണം, ഒരു പ്രത്യാക്രമണം ഉണ്ടായപ്പോൾ അതിന് ആ സ്പോട്ടിൽ മറുപടി കൊടുത്തതിന്റെ പിറകെ മാത്രമേ ആ സ്ഥലം വിടേണ്ടതുള്ളൂ എന്ന് സഹാബികൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. എന്നിട്ട് അവർ ചോദിച്ചു, ഞങ്ങൾ എന്താ പറയേണ്ടത്? അല്ലാഹു മൗലാനാ ലാ മൗലാ ലക്കും. പടച്ചവനാ ഞങ്ങളെ യജമാനൻ. ആ യജമാനൻ മനുഷ്യർക്ക് മൊത്തത്തിലുള്ളതാ, പക്ഷേ ആ യജമാനന്റെ സഹായം നിങ്ങൾക്ക് ലഭിക്കില്ല. നമുക്ക് കാണാം അൽ ഹർബ് സിജാൽ, യുദ്ധം ഇതങ്ങനെ തന്നെയാണ് പ്രകൃതിയുടെ നിയമം എന്ന് പറഞ്ഞുകൊണ്ട് പോരാൻ പറ്റും. അപ്പോ ഈ ആവശ്യത്തിനാണ് ഈ സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്ന ഭാഗത്തേക്ക് തന്നെ വീണ്ടും തിരിച്ചു പോട്ടെ. 8 നൂറ്റാണ്ട് മുസ്ലിങ്ങൾ ഇന്ത്യ ഭരിച്ചിട്ട് ഈ വിധത്തിൽ ആക്രമിക്കാനും ശക്തി ഉപയോഗിച്ച് മതപരിവർത്തനം നടത്താനും മറ്റു മതസ്ഥരെ കൂട്ടക്കൊല ചെയ്യാനും ആരാധനാലയങ്ങൾ നശിപ്പിക്കാനുമാണ് അവർ തീരുമാനിച്ചിരുന്നതെങ്കിൽ ഇന്ത്യയിൽ ഇത്രയധികം ഹിന്ദുക്കൾ ബാക്കിയാവുമായിരുന്നു. ഇന്ത്യയിൽ ഇത്രയധികം മറ്റു മതക്കാർ ബാക്കിയാകുമായിരുന്നു. എന്തിനാണ് 8 നൂറ്റാണ്ട്? എന്തിനാണ് 8 നൂറ്റാണ്ട്? 800 വർഷം വേണം ഒരു തലമുറയെ ഇല്ലാതാക്കാൻ. അമേരിക്കക്കാരൻ അവന്റെ നാട്ടിലെ റെഡ് ഇന്ത്യൻസിനെ നശിപ്പിക്കാൻ ഇത്ര കാലമൊന്നും എടുത്തിട്ടില്ല. ഇത്രയൊക്കെയല്ലേ ഇവിടുന്ന് പറയാൻ പറ്റൂ? അങ്ങനെ കേട്ടാൽ അതാണ് അതിന്റെ ചരിത്രം. ഒരു സമുദായത്തെ നശിപ്പിക്കാൻ, ഇല്ലാണ്ടാക്കാൻ വിചാരിച്ചാൽ അത്രയധികം നേരം വേണ്ട. ഇവരിപ്പോഴും പഴക്കം അവകാശപ്പെടുന്ന ആരാധനാലയങ്ങളുണ്ട് ഇന്ത്യയിൽ. ഹൈന്ദവ ദേവാലയങ്ങൾ, തീർത്ഥസ്ഥലങ്ങൾ, ഒരു കേടുപാടും പറ്റാതെ, ഒരു പോറൽ പോലും നിൽക്കാതെ 8 നൂറ്റാണ്ട് ഈ ആരാധനാലയങ്ങളെ കാത്തു സൂക്ഷിച്ചത്, 8 നൂറ്റാണ്ട് ഈ ഹൈന്ദവ ദേവാലയങ്ങളെയും തീർത്ഥസ്ഥാനങ്ങളെയും പുണ്യസ്നാന ഘട്ടങ്ങളെയും കാത്തു സൂക്ഷിച്ചത് ഹൈന്ദവന്റെ പട്ടാളമാണോ? ഭൂരിപക്ഷ സമുദായത്തിന്റെ പട്ടാളക്കാരാണോ? ക്ഷത്രിയനാണോ? അല്ല. മുസൽമാന്റെ പട്ടാളം ആ ആരാധനാലയങ്ങളെ കാത്തുരക്ഷിച്ചു. മുസ്ലിം ഭരണാധികാരികളുടെ സൈന്യം ആ സ്ഥലങ്ങൾക്ക് കാവൽ നിന്നു. ആ പരിപാവനം എന്നൊരു സമുദായം കണക്കാക്കുന്ന ആ സ്ഥലങ്ങളോട്, അവിടെ നടക്കുന്ന ആരാധനാ രീതികളോട് തീർത്തും വിമുഖതയും വെറുപ്പുമാണുള്ളതെങ്കിൽ പോലും അതൊരു സമൂഹത്തിന്റെ ആരാധനാലയങ്ങളാണെന്ന നിലയ്ക്ക് സംരക്ഷിക്കേണ്ട ബാധ്യത പടച്ചവനാൽ ഞങ്ങളിൽ അർപ്പിതമാണെന്ന് മനസ്സിലാക്കിയ ഭരണാധികാരികൾ, മുസ്ലിം ഭരണാധികാരികൾ, അത് ഗസ്നിമാരായാലും ഗോറിമാരായാലും ഖിൽജിമാരായിരുന്നാലും മുഗളന്മാരായിരുന്നാലും ആ ബാധ്യത നിർവഹിച്ചതിന്റെ ഉദാഹരണമാ അവയൊക്കെ ഇന്നും തലയുയർത്തി നിൽക്കുന്നത്. നൂറ്റാണ്ടുകളുടെ പഴക്കം പരിശോധിച്ചിട്ട് ഒരു പോറല് പോലും അവയുടെ ഒരു ചില്ലിന് പോലും പറ്റിയിട്ടില്ല, ഒരു കല്ലിന് പോലും പറ്റിയിട്ടില്ല, ഒരു വിഗ്രഹത്തിന്റെ ഒരു പാടിന് പോലും പറ്റിയിട്ടില്ല. പിന്നെ വിഗ്രഹങ്ങളെ കക്കുകയും വിൽക്കുകയും ചെയ്യുന്ന പരിപാടിയല്ലേ, അതാരാ ചെയ്യാറെന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. ബാക്കി ആലോചിച്ചു. അതിന് വഴി പറയേണ്ടത് മുസ്ലിങ്ങളെയല്ല, അതിന് കുറ്റം പറയേണ്ടത് മുസ്ലിങ്ങളെയല്ല. ശ്രീകോവിൽ തുറന്ന് ഭണ്ഡാരം കക്കാനും അവിടുത്തെ തിരുവാഭരണങ്ങൾ മോഷ്ടിച്ചു കൊണ്ടുപോകാനും ഇതുവരെ മുസ്ലിങ്ങൾ അങ്ങനെ മെനക്കെട്ടതായി വലിയ ചരിത്രരേഖയൊന്നുമില്ല. ഇത് വിദ്വേഷമോ വിമർശനമോ അല്ല, സാന്ദർഭികമായി ഒരു കാര്യം സൂചിപ്പിച്ചു എന്ന് മാത്രം. പിന്നീട് വന്ന കാലഘട്ടങ്ങളിൽ മുഴുവൻ ഈ സമ്പ്രദായം, ഈ അവസ്ഥയിൽ നിലനിന്നു വരികയാണ് ഉണ്ടായത്. കാലഘട്ടങ്ങളിൽ മുഴുവൻ, സാഹചര്യങ്ങളിൽ മുഴുവൻ. എന്താ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തിനാണ് ഞാൻ സംസാരിക്കുക? എന്താണ് ഞാൻ ഈ പറയുന്നത്? ഞാൻ പറഞ്ഞു വന്നതിന്റെ ആശയം ഇതാണ്. ഈ വിധത്തിൽ മനുഷ്യനെ സ്നേഹിക്കണമെന്ന് പഠിപ്പിക്കുന്ന ഒരു പ്രത്യയ ശാസ്ത്രം, ഒരു ബോധം നൽകപ്പെട്ടവനാ മുസൽമാൻ. അതിരുകളില്ലാത്ത വിധത്തിൽ മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങൾ ഊട്ടി ഉറപ്പിക്കപ്പെടണമെന്ന ബോധമുള്ളവനാണ് മുസൽമാൻ. മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങൾ മതത്തിന്റെ അതിർത്തികളില്ലാതെ കാത്തു സൂക്ഷിക്കപ്പെടണമെന്ന് പഠിപ്പിച്ചു തന്ന പ്രവാചകന്റെ മാതൃക പിൻപറ്റുന്നവരാ മുസൽമാൻ. ആ മുസൽമാനോട് ദേശസ്നേഹം എന്നത് അവന്റെ വിശ്വാസത്തിന്റെ തേട്ടമാണ്. അവൻ ജീവിക്കുന്ന പ്രദേശത്തെ മനുഷ്യരെ സ്നേഹിക്കുക എന്നത് അവന്റെ ഈമാന്റെ ഭാഗമാണ്. അതവനെ മറ്റാരും ചൊല്ലിപ്പഠിപ്പിക്കേണ്ടതില്ല. അതിനവന് മറ്റാരുടെയും തീട്ടൂരവും ആവശ്യമില്ല. മുസൽമാൻ എവിടെ ജീവിച്ചിരുന്നാലും, ഏത് പ്രദേശത്ത് ജീവിച്ചിരുന്നാലും ആ പ്രദേശത്തെ മുസ്ലിങ്ങളെ മുഴുവൻ സ്നേഹിക്കും. അതിരുകളില്ലാതെ സ്നേഹിക്കും, മതത്തിന്റെ പരിധികളില്ലാതെ സ്നേഹിക്കും, നിറത്തിന്റെ വ്യത്യാസമില്ലാതെ സ്നേഹിക്കും, ജാതിയുടെ വ്യത്യാസമില്ലാതെ സ്നേഹിക്കും,
പട്ടികവർഗമെന്നോ പട്ടിക ജാതി എന്നോ ചിന്തിക്കാതെ ജീവിക്കും, പിന്നെ സ്നേഹിക്കും. അവൻ മതപരിവർത്തനം ചെയ്യപ്പെട്ട തരം താണവനാണ് എന്നവന്റെ തറവാടിനെ ചോദ്യം ചെയ്യാതെ സ്നേഹിക്കും. ആ സ്നേഹം പഠിപ്പിക്കപ്പെട്ടവനാ മുസൽമാൻ. അല്ല, അത് പഠിപ്പിക്കപ്പെട്ട ഏക സമുദായം ഇന്ത്യൻ ദേശീയതയിലാവട്ടെ, ലോക ചരിത്രത്തിലോ വർത്തമാനത്തിലാവട്ടെ മുസ്ലിം സമുദായവും മുസ്ലിം ഇസ്ലാമിക പ്രത്യയശാസ്ത്രവും അല്ലാതെ മറ്റൊന്നുമില്ല എന്നത് എവിടെ വേണമെങ്കിലും വാദിച്ച് ബോധ്യപ്പെടുത്തി തെളിയിക്കാൻ സാധിക്കുന്ന പരമാർത്ഥമാണ്. പ്രമാണങ്ങളുമായി വരൂ. ഇതിന് തുല്യമായി പറഞ്ഞ ഒരു വേദഗ്രന്ഥം, ഇതിന് തുല്യമായി മാതൃക കാണിച്ച ഒരു മനുഷ്യ സ്നേഹി പ്രവാചകനെ പോലെ ഇല്ല. പക്ഷെ അതേ സമയം മറ്റൊരു വസ്തുതയുണ്ട്. ദൈവത്തിന് അള്ളാഹുവിന്റെ വിധിയാൽ ഒരു പ്രത്യേക അതിർത്തിക്കുള്ളിൽ താമസിക്കാൻ വേണ്ടി വിധിക്കപ്പെട്ടു എന്നതുകൊണ്ട് അവിടുത്തെ ഭരണാധികാരികൾ ചെയ്തു കൂട്ടുന്ന സകല കൊള്ളരുതായ്മകളെയും ന്യായീകരിക്കണമെന്ന് പറഞ്ഞ അവിടുത്തെ ഭൂരിപക്ഷ വ്യക്തികളോ മറ്റു വ്യക്തികളോ ചെയ്ത സകല തമ്മാടിത്തങ്ങളെയും അവിടെ ബാക്കിയുള്ളവർ പിന്തുണക്കണമെന്ന് പറഞ്ഞാൽ അത്തമ്മാടിത്തത്തെ കൂട്ടുനിൽക്കാൻ മുസൽമാന് കഴിയില്ല എന്നതും മുസൽമാന്റെ തത്വമാണ്, അവൻ പഠിപ്പിക്കപ്പെട്ട ആദർശമാണ്. ഇതേ ഉള്ളൂ ഈ വിഷയം. മുസൽമാൻ ദേശസ്നേഹിയ, അവന് ദേശസ്നേഹി ആവാതിരിക്കാൻ കഴിയില്ല. അവൻ മനുഷ്യസ്നേഹി ആവാതിരിക്കാൻ കഴിയില്ല. പക്ഷെ ദേശസ്നേഹമെന്നും മനുഷ്യസ്നേഹമെന്നും ഒക്കെ പറയുന്ന വാക്കുകൾ ആ നാട്ടിലെ ഭരണാധികാരികൾ ചെയ്തു കൂട്ടുന്ന തെമ്മാടിത്തങ്ങളെ, ക്രൂരതകളെ ചോദ്യം ചെയ്യാതിരിക്കാനുള്ള ഒരു ന്യായമായോ ഒരു കാരണമായോ എടുത്തുയർത്തപ്പെടുമ്പോൾ അവിടുത്തെ ഭൂരിപക്ഷ സമുദായങ്ങളോ മറ്റു സമുദായങ്ങളോ ചെയ്തു കൂട്ടുന്ന മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങളെ പറ്റി മിണ്ടാണ്ടിരിക്കലാണ് ദേശസ്നേഹം എന്നാരെങ്കിലും വാദിക്കാൻ മെനക്കെട്ടാൽ ഇല്ല. മനുഷ്യനെ സ്നേഹിക്കാൻ പഠിപ്പിക്കപ്പെട്ട ഞങ്ങൾ ആ മനുഷ്യനെ സ്നേഹിക്കും. മനുഷ്യർക്കെതിരെ നിൽക്കുന്ന മനുഷ്യത്വരഹിതമായ പെരുമാറ്റം അത് ഭരണാധികാരികൾ ചെയ്താലും വംശങ്ങൾ ചെയ്താലും സ്വന്തം ഉമ്മത്തിലെ ആളുകൾ ചെയ്താൽ പോലും ചോദ്യം ചെയ്യും. ചോദ്യം ചെയ്തേ അടങ്ങൂ. ആ വിധത്തിലാണ് ദേശസ്നേഹത്തെ പറ്റി പഠിപ്പിക്കപ്പെട്ടത്. വളരെ ക്ലിയർ ആണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. ഇസ്ലാം മുസ്ലിങ്ങൾ ദേശത്തെ സ്നേഹിക്കുന്നു, ദേശത്തിലുള്ളവരെയും സ്നേഹിക്കുന്നു വിശാലമായ അർത്ഥത്തിൽ. അതേസമയം ഒരു സങ്കുചിതമായ അർത്ഥത്തിലുള്ള ദേശസ്നേഹം എന്ന് പറയുന്നതിനെ നമുക്ക് വേണ്ട, വർജ്യമാണ്, അന്യമാണ് താൻ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ചിത്രങ്ങൾ. ഓർമ്മ വന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞോട്ടെ ആവശ്യത്ത് ഈ ചിന്ത മനസ്സിൽ ഉറക്കാൻ. 3 വർഷക്കാലം പ്രവാചകന്റെ ജീവിതമുണ്ട്. മക്കയിൽ ജീവിക്കുന്ന സമയത്തുള്ള ആകെ 13 വർഷത്തിൽ ഒരു 3 വർഷക്കാലത്ത് ജീവിതമുണ്ട് ആ പ്രവാചകന്. നിങ്ങൾക്കറിയാം, മക്കയിലെ പ്രമാണിമാർ പ്രവാചകനോടും വിശ്വാസികളോടും നിസ്സഹകരണം പ്രഖ്യാപിച്ചൊരു കാലം. അബൂ താലിബിന്റെ കുന്നിൻചെരുവ് എന്ന് പറയുന്ന ഒരു ഭാഗത്ത് ഷൈബ് അബി താലിബിൽ പ്രവാചകൻ ജീവിക്കുന്നുണ്ട്. നമസ്കരിക്കുന്ന പ്രവാചകൻ, ഖുർആൻ പാരായണം ചെയ്യുന്ന പ്രവാചകൻ, അനുയായികളും. കൂട്ടിനാരുണ്ട്? പ്രവാചകന്റെ കുടുംബമായ ബനു ഹാഷിം കുടുംബമുണ്ട്. ബനു ഹാഷിം കുടുംബത്തിൽ അവിശ്വാസികളുണ്ട്. അവരും ഈ നിസ്സഹകരണത്തിൽ ഭാഗമാക്കാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അള്ളാഹു നിയോഗിച്ച പ്രവാചകൻ നമ്മുടെ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 3 വർഷക്കാലം അബൂ താലിബിന്റെ കുന്നിൻചെരുവ് എന്ന് പറയുന്ന ഒരു ഭാഗത്ത് മക്കക്കാർ നിർദ്ദേശിച്ച നിസ്സഹകരണം കാരണമായി പൊറുക്കുമ്പോൾ താമസിക്കുമ്പോ തൊട്ടപ്പുറത്തും ഇപ്പുറത്തും ഒരുപാട് വിഷമം അനുഭവിച്ചുകൊണ്ട് പച്ചിലകൾ തിന്ന് വെള്ളം കുടിച്ച് വിശപ്പകറ്റി കരയുന്ന കുട്ടികൾക്ക് കൊടുക്കാൻ ആഹാരമില്ലാതെ കഷ്ടപ്പെടുമ്പോൾ പ്രവാചകൻ ഒരുമിച്ചാ ജീവിക്കുന്നത്. ആരോടൊപ്പം? ബനു ഹാഷിമിലെ കുഫാറിനോടൊപ്പം. എന്താണ് ആ ജീവിതം? ഖുർആൻ ഓതുന്ന പ്രവാചകൻ ഖുർആൻ ഓതിക്കൂടെന്ന് പറയുന്ന ബനു ഹാഷിം, നമസ്കരിക്കുന്ന പ്രവാചകൻ നമസ്കരിച്ചുകൂടെന്ന് പറയുന്ന ബനു ഹാഷിം, അള്ളാഹനെ മാത്രം ആരാധിക്കണമെന്ന് പറയുന്ന പ്രവാചകൻ അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കണമെന്ന് പറയുന്ന ബനു ഹാഷിം. ഇവർ ഒരുമിച്ച് ഒരു മനസ്സായി ഒരുമിച്ച് ജീവിച്ചു. പ്രവാചകന്റെ തത്വത്തിൽ നിന്നുകൊണ്ട് ജീവിച്ചു. അനുയായികളും ബനു ഹാഷിം അവരെ ആദർശത്തിലും ജീവിച്ചു. ശണ്ടയുണ്ടായോ തമ്മിൽ? പ്രവാചകൻ പ്രശ്നം തീർക്കാൻ മദ്യം പറയേണ്ടി വന്നോ? ഒന്നും ഉണ്ടായില്ല. അതാണ് ആ പ്രവാചകന്റെ അനുയായികളുടെ മനസ്സിന്റെ ആഴം, വിശാലത. ഇനി ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾക്കറിയാം. നിജറാനിൽ നിന്ന് വന്ന ഏതാനും ക്രിസ്ത്യാനികൾ പ്രവാചക സന്നിധിയിൽ വന്ന് സംസാരിച്ചൊടുവിൽ അന്ന് വൈകുന്നേരമാവുമ്പോൾ അവർക്ക് കുർബാന നടത്തേണ്ട സമയമായി, പ്രാർത്ഥിക്കേണ്ട സമയമായി. അവർ മടിച്ചു പ്രവാചകനോട് പറഞ്ഞു, പുരോഹിതന്മാർ, ഞങ്ങൾക്ക് പ്രാർത്ഥനയ്ക്കുള്ള സമയമായി, ഞങ്ങൾക്ക് എവിടെയെങ്കിലും സ്ഥലം കാണിച്ചു തരുമോ എന്ന്.
അവർ സംസാരിക്കുന്നതും ഇരിക്കുന്നതും പ്രവാചകന്റെ പള്ളിയിലാണ്. തീർത്ഥയാത്ര അനുവദിക്കപ്പെട്ട 3 പള്ളികളിൽ നാം പുണ്യത്തോടുകൂടി കണക്കാക്കുന്ന പ്രവാചകന്റെ പള്ളി അൽ മസ്ജിദുൻ നബവി, ആ പള്ളിയിലാ ക്രിസ്ത്യാൻ പുരോഹിതന്മാരും സാധാരണക്കാരും പ്രവാചകനും സഹാബികളും ഇരിക്കുന്നത്. അവിടെ വെച്ച് അവർ ആവശ്യപ്പെട്ടത് ഞങ്ങൾക്ക് കുർബാന നടത്തണം, ആരാധിക്കണം. പ്രവാചകൻ അവരോട് തിരിച്ചു ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഈ സ്ഥലം മതിയാവോ? ഈ സ്ഥലം മതിയാവോ? ഈ സ്ഥലം തന്റെ കരങ്ങൾ കൊണ്ട് താനും തന്റെ അനുചരന്മാരും ഉണ്ടാക്കിയ പടച്ചവനെ മാത്രം ആരാധിക്കാൻ ഉണ്ടാക്കിയ പള്ളി അങ്കണം, പള്ളിയുടെ അങ്കണം, അകത്തളം ക്രിസ്ത്യാനികൾക്ക് കർത്താവിനെ പ്രാർത്ഥിക്കാൻ വിട്ടുകൊടുക്കാൻ സന്മനസ് കാണിക്കുന്ന പ്രവാചകൻ, അവർക്കത് ഉൾക്കൊള്ളാനായില്ല ആദ്യം. പിന്നീട് അവർക്ക് മനസ്സിലായി പ്രവാചകൻ തമാശ പറയാറില്ലല്ലോ ഇത്തരം കാര്യങ്ങളിൽ. സഹാബികളോട് പ്രവാചകന്റെ നിർദ്ദേശം, ഒന്ന് മാറിക്കൊടുത്തേക്ക്, പുറത്തേക്ക്. എന്താണ് ഈ കേൾക്കുന്നത്? TV ചാനലുകളും വാർത്താ മാധ്യമങ്ങളും ലോക നേതാക്കളും കാണാൻ വന്നു നിന്നപ്പോ പുറം കാഴ്ചക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു അഭിനയമല്ല ഇത്. അവരാരാധിക്കുന്ന പടച്ചവനെ ആരാധിക്കാൻ ഉണ്ടാക്കിയ പള്ളിയുടെ അങ്കണത്തിൽ ക്രിസ്ത്യാനികൾ കുർബാന നടത്തുമ്പോ ഇപ്പുറത്ത് മുറ്റത്ത് കാത്തിരുന്നു കൊണ്ട് അതിന് കാവലിരുന്ന പ്രവാചകന്റെയും അനുയായികളെയും എവിടെയുണ്ട് ഇതിന് തുല്യമായൊരു ചിത്രം പറയാൻ? മനുഷ്യനെ സ്നേഹിച്ചു, മനുഷ്യന്റെ മതത്തെ സ്നേഹിച്ചു. ആ മതത്തിലെ ആദർശങ്ങളിലെ പോരായ്മകൾ എടുത്തു പറഞ്ഞപ്പോഴും നീ അതനുസരിച്ച് ജീവിച്ചോളൂ, റബ്ബ് തന്റെ കാര്യം നാളെ തീരുമാനിക്കട്ടെ എന്ന് വിശാലത കാണിച്ചു. യഹൂദികളുമായി ഉടമ്പടി ഉണ്ടാക്കി മദീനയിൽ വന്ന ഉടനെ അവരിങ്ങോട്ട് കരാർ ലംഘിക്കുന്നത് വരെ ആ കരാർ കാത്തു സൂക്ഷിച്ചിട്ടൊടുവിൽ കരാറുമായി ബന്ധപ്പെടാതെ കഴിഞ്ഞ സാധാരണക്കാരായ ജൂതന്മാരെ മദീനയിൽ നാട്ടിപ്പായിച്ചില്ല. ഇപ്പോ ഈ കാര്യം ഇവിടെ വ്യക്തമാവുന്നു. ദേശസ്നേഹം എന്ന് പറയുന്നത്, ദേശത്തെ സ്നേഹിക്കുക എന്ന് പറയുന്നത് ആ ദേശത്തെ മനുഷ്യരെ സ്നേഹിക്കുക എന്ന അർത്ഥത്തിൽ, വിശാലമായ അർത്ഥത്തിൽ അതിരുകളില്ലാതെ മനുഷ്യനെ സ്നേഹിക്കണം. അതിരുകളില്ലാതെ. അതിന് സംസ്ഥാനത്തിന്റെ അതിരുകൾ ഉണ്ടാവരുത്. ഒരു സംസ്ഥാനത്ത് ജില്ലയുടെ അതിരുകൾ ഉണ്ടാവരുത്. പഞ്ചായത്തുകളുടെയും വാർഡുകളുടെയും അതിരുകൾ ഉണ്ടാവരുത്. മനുഷ്യൻ മനുഷ്യജന്മത്തെ സ്നേഹിക്കണം. അവന്റെ ഭാഷയോ നിറമോ പെരുമാറ്റങ്ങളോ എന്തായിരുന്നാലും ശരി, അവന്റെ മതമോ ചിന്തയോ അവനെ കുറിച്ച് ആ നാട്ടുകാർ വിളിക്കുന്ന പേരുകളോ എന്താവട്ടെ, മനുഷ്യൻ മനുഷ്യരെ സ്നേഹിക്കണം. ആ വിശാലമായ ദേശസ്നേഹം മുസൽമാന്റെ ഓരോ സ്ത്രീയുടെയും പുരുഷന്റെയും മനസ്സിൽ ജീവിതാവസാനം വരെ കൊണ്ടു നടക്കും. കാരണം എന്താണെന്നറിയോ? മുസ്ലിങ്ങളുടെ വിശ്വാസം എന്ന് പറയുന്നത് സീസണിൽ കടന്നു വരുന്നതല്ല, അല്ലല്ലോ. മുസൽമാന്റെ ആരാധനാ കർമ്മങ്ങൾ ഒരു സീസണിൽ കടന്നു വരുന്നത്, സീസണിൽ ഇല്ലാതാവുന്നതല്ല. വർഷത്തിൽ ഒരിക്കലോ 2 തവണയോ ചെയ്യാൻ പറഞ്ഞവയെ മറന്നുകൊണ്ടല്ല ഞാൻ പറയുന്നത്. ഒരു വലിയ ഭക്തൻ ഒരു കുറഞ്ഞ പീരീഡ്, അത് കഴിഞ്ഞ പിന്നെ അവൻ കൊള്ളരുതാത്തവൻ, അങ്ങനെയല്ല. ജീവിതം മുഴുവൻ സ്വന്തം ഉയിരിന്റെ ഒരു ഭാഗമായി, സ്വന്തം ജീവന്റെ ഒരു ഭാഗമായി മുസൽമാൻ തന്റെ ഈമാനിനെ, വിശ്വാസത്തെ കൊണ്ട് നടക്കുന്നവനാ. ആ വിശ്വാസത്തിന്റെ ഒരു ഭാഗമാണ് മനുഷ്യനെ സ്നേഹിക്കുക, തന്റെ കൂടെയുള്ള മനുഷ്യ ജനങ്ങളെ സ്നേഹിക്കുക, അതിരുകളില്ലാതെ സ്നേഹിക്കുക, വിശാലമായി സ്നേഹിക്കുക എന്നത് അതിന്റെ ഒരു ഭാഗമാവുമ്പോ മുസൽമാന്റെ ദേശസ്നേഹം ആരോരും പറഞ്ഞ് നഷ്ടപ്പെടുത്താനും പറ്റില്ല, ആരോർക്കും വേണ്ടി ഇത് വർദ്ധിപ്പിക്കാനും പോകില്ല, കുറക്കാനും പോകുന്നില്ല. അത് മുസൽമാന്റെ ജീവിതത്തോടൊപ്പം വളരും, ജീവിതത്തോടൊപ്പം ഒടുങ്ങുകയും ചെയ്യും. ഇതാണ് മുസൽമാന്റെ ദേശസ്നേഹം. എന്നാൽ ദേശസ്നേഹം എന്ന് പറയുന്നത് തമ്മാടിത്തങ്ങൾക്കും മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങൾക്കും പിന്തുണക്കലാണ് എന്ന് തെറ്റിദ്ധരിച്ചുവെങ്കിൽ അവിടെ സലാം പറയുകയും ചെയ്യുന്നു. ഇതാണ് ഈ ആശയം. ഇനി എനിക്ക് പറയാനുള്ള കാര്യം ഇതാണ് യഥാർത്ഥ വസ്തുത. എങ്കിലും പലപ്പോഴും നേരത്തെ സ്വാഗത പ്രസംഗത്തിലൊക്കെ കേട്ട വിധത്തില് മുസൽമാന്റെ ദേശീയ ബോധത്തെ, പിന്നെ ദേശസ്നേഹത്തെ പലരും ചോദ്യം ചെയ്യുകയും പല സംശയങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യാറ്. നമ്മെ സംശയിക്കുന്നവരെ നാം വെറുക്കുകയല്ല വേണ്ടത്. അവർക്ക് ആ സംശയങ്ങൾ ഉണ്ടാവാൻ എന്താണ് കാരണം, ഹേതുക്കളെന്ന് അന്വേഷിക്കുകയാണ് വേണ്ടത്. ആ നിലക്ക് അന്വേഷിക്കുമ്പോൾ എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ 2-3 കാരണങ്ങളുണ്ട്. ഈ ന്യൂനപക്ഷം എന്ന് പറയുന്ന പദത്തെക്കുറിച്ചാണ് എനിക്ക് ആ ഭാഗത്ത് ആദ്യം ഒന്ന് പറയാനുള്ളത്. ഭാഷാപരമായ ന്യൂനപക്ഷമായ വിഭാഗങ്ങളുണ്ട് ഇന്ത്യയിൽ. കൊങ്കിണി ഭാഷ പോലെ ചുരുക്കം ചില ആളുകൾ മാത്രം സംസാരിക്കുന്നു. മതപരമായ നിലക്ക് ന്യൂനപക്ഷങ്ങളായവരുണ്ട്. അതിൽ ഏറ്റവും കൂടുതലുള്ള പ്രധാന ന്യൂനപക്ഷം മുസ്ലിങ്ങളാണ്. ക്രിസ്ത്യാനികളും പാർസികളും അതുപോലെ ക്രൈസ്തവരുമൊക്കെ ആ കൂട്ടത്തിൽപ്പെടുന്നവരാണ്. ഈ ന്യൂനപക്ഷങ്ങളായ ആളുകൾ അവരുടെ വിശ്വാസങ്ങൾ, അവരുടെ ദേശസ്നേഹത്തെ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ
അതിലേറ്റവും പ്രധാന മുസ്ലിം സമൂഹമായതുകൊണ്ട് മുസ്ലിങ്ങളുടെ ദേശസ്നേഹമാണ് ഏറ്റവും അധികം ചോദ്യം ചെയ്യപ്പെടുന്നത് എന്നതുകൊണ്ട് ഇനി നമുക്ക് പരിശോധിക്കാനുള്ളത് എന്താണ് ഈ ദേശസ്നേഹത്തെക്കുറിച്ച് ചോദ്യം ചെയ്യാൻ നമ്മിലുള്ള എന്ത് പോരായ്മകളാണ് അല്ലെങ്കിൽ എന്ത് കാരണങ്ങളാണ് അവർ കണ്ടെത്തുന്നതിനെ കുറിച്ച് അന്വേഷിക്കുകയാണ്. അത് അന്വേഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അവരുടെ ധാരണകൾ അബദ്ധമാണെന്നും അവ നിലനിൽക്കാത്തതാണ്. ആ ഭാഗം വിശദീകരിക്കാൻ തുടങ്ങിയാൽ നമസ്കാരത്തിന്റെ സമയം നഷ്ടപ്പെടും. 8:05 ജമാഅത്താണ്. അതുകൊണ്ട് ഈ സംസാരം ഇവിടെ അവസാനിപ്പിക്കുന്നു. തൽക്കാലം ഇൻഷാ അല്ലാഹ് നമസ്കരിച്ച് കഴിഞ്ഞ് വരിക, നമുക്ക് തുടരാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ അമ്മാ ബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, നമുക്കിനി വിഷയത്തിൻ്റെ ബാക്കി ഭാഗത്തേക്ക് പോകുമ്പോൾ അന്വേഷിക്കാനും ചർച്ച ചെയ്യാനുമുള്ളത് മുസ്ലിങ്ങളാദി ന്യൂനപക്ഷങ്ങളുടെ ദേശീയ ബോധത്തെ, ദേശീയ സ്നേഹത്തെ പലരും ചോദ്യം ചെയ്യാൻ മെനക്കെടാറുണ്ട് എന്നറിയുന്നത് കൊണ്ട് എന്തുകൊണ്ടാണ് ആ ചോദ്യം ചെയ്യൽ ഉണ്ടാകുന്നത്, ഏത് തലങ്ങളിൽ നിന്നാണ് ആ ചോദ്യം ചെയ്യൽ ഉത്ഭവിക്കുന്നത് എന്ന് പരിശോധിക്കുക എന്നതാണ്. അതിനെക്കുറിച്ച് വിശദമായ ചിന്തകൾ നിങ്ങളുടെ കൈകളിൽ ഉണ്ടാവാം. എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് 2-3 കാര്യങ്ങളാണ്. ഒന്ന്, മുസ്ലിങ്ങളായിരുന്നാലും ക്രിസ്ത്യാനികളെപ്പോലെ ക്രിസ്ത്യൻ സമൂഹമായിരുന്നാലുമൊക്കെ അവരുടെ മതപരമായ രീതികളും സമ്പ്രദായങ്ങളും അനുസരിച്ച് അവർ ജീവിക്കുമ്പോൾ അവർക്ക് വളരെ വ്യക്തമായി വിദേശങ്ങളുമായി ബന്ധമുണ്ട് എന്നതാണ് സത്യം. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ആരാധനാ സന്ദർഭങ്ങളിൽ തിരിഞ്ഞു നിൽക്കുന്നത് ഇന്ത്യയിലെ ഒരു സ്ഥലത്തേക്കുമല്ല, ഇന്ത്യയുടെ അതിർത്തിക്കപ്പുറമുള്ള അറേബ്യയിലുള്ള മക്ക എന്ന് പറയുന്ന നഗരത്തിലെ ഒരു പള്ളിയിലേക്കാണ്, കഅബയിലേക്കാണ് തിരിഞ്ഞു നിൽക്കുന്നത്. അവർ പൊതുവെ സ്വീകരിക്കാറുള്ള പേരുകൾ സംസ്കൃതമോ മലയാളമോ ഹിന്ദിയോ അല്ല, അത് പലപ്പോഴും അറബി നാമങ്ങളാണ്. അവരുടെ ആചാര്യന്മാർ, ഗുരുക്കന്മാരായി അവർ കണക്കാക്കുകയും ആദരിക്കുകയും ചെയ്യുന്നവരിൽ നല്ലൊരു ശതമാനം ഭാരതവംശജരല്ല, ഭാരതത്തിന് പുറത്തുള്ളവരാണ്. ലോകത്തുള്ള മുസ്ലിങ്ങളുമായി ഒരു മാനസികമായ അടുപ്പവും ബന്ധവും നിലനിർത്തുന്നത് കൊണ്ട് തന്നെ അതിരുകളില്ലാതെ വിവിധ പ്രദേശങ്ങളിലെ മുസ്ലിങ്ങൾക്ക് വേണ്ടി വേദനിക്കുകയോ പ്രാർത്ഥിക്കുകയോ സഹായങ്ങൾ ചെയ്യാൻ ഒരുപ്പെടുകയോ ചെയ്യാറുണ്ട്. അവരുടെ തീർത്ഥ സ്ഥലങ്ങൾ പരിശോധിച്ചാൽ അതൊന്നും ഇന്ത്യയുടെ പരിധിക്കുള്ളിലല്ല, എല്ലാം പുറത്താണ്. സ്വാഭാവികമായും ഞാൻ നേരത്തെ പറഞ്ഞ വിധത്തിൽ ദേശസ്നേഹത്തെ രാജ്യത്തിന്റെ അതിർത്തിക്കുള്ളിൽ ഒതുക്കി നിർത്തിക്കൊണ്ട് ചിന്തിക്കാനും മനസ്സിലാക്കാനും സാധിക്കുന്ന ഒരു കൂട്ടം ആളുകൾക്ക്, അതിന് മാത്രം സാധിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടുള്ള ഒരു കൂട്ടം ആളുകൾക്ക് ഈ പറയുന്ന ഒരവസ്ഥയെ സംശയത്തോടു കൂടി മാത്രമേ നോക്കിക്കാണാൻ കഴിയൂ. അവരാലോചിക്കുന്നത് ഇതെന്ത് ദേശസ്നേഹം, ഇവരുടെ ആരാധനാ രീതികളൊന്നും ഭാരതീയമല്ല, ആരാധനാ സമ്പ്രദായങ്ങൾ ഭാരതീയമല്ല, ആദരിക്കുന്ന ഗുരുഭൂതന്മാർ ഭാരതീയരല്ല ഭൂരിഭാഗവും, ഇവർ തീർത്ഥയാത്രകൾ ഭാരതത്തിനുള്ളിലേക്കല്ല, ഇവരുടെ ഒന്നും ഒരു വൈദേശിക ബന്ധം പുലർത്തുന്നു ഇവർ. ഇതാണ് സംശയത്തോടു കൂടി നോക്കാനുള്ള ഒരു കാരണം. മറ്റൊരു കാരണം, നാളിതുവരെ കടന്നു വന്ന് എന്തെല്ലാം പോരായ്മകളും പാളിച്ചകളും മുസ്ലിം സമുദായത്തെ പറ്റി ചൂണ്ടിക്കാണിക്കാനുണ്ടെങ്കിലും ഇതര മതവിഭാഗങ്ങളെക്കാളേറെ മതത്തോട് കൂറ് കാണിക്കുന്ന, പ്രതിബദ്ധത പുലർത്തുന്ന ഒരു വിഭാഗമാണ് മുസ്ലിങ്ങൾ. നോക്കൂ നിങ്ങൾ, നാം ബാങ്ക് വിളിക്കാറ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹയ്യല സ്വലാ എന്ന. ഹയ്യല സ്വലാ എന്ന വാക്കിന്റെ അർത്ഥം നമസ്കാരത്തിലേക്ക് വരിക എന്നാണ്. അത് ബംഗാളിൽ പോയാൽ ബംഗാളി ഭാഷയിലോ, തമിഴ്നാട്ടിൽ പോയാൽ തമിഴ് ഭാഷയിലോ, മലയാളത്തിലോ പറയാറില്ല. എല്ലായിടത്തും ഒരേ വാക്കാ കേൾക്കാറ്, ഹയ്യല സ്വലാ എന്ന് വെച്ചാൽ പല സഹോദര സമുദായങ്ങളും ചെയ്തതുപോലെ അവരുടെ ആചാരാനുഷ്ഠാനങ്ങളെ ഭാരതീയവൽക്കരിക്കാനുള്ള ശ്രമം മുസ്ലിങ്ങൾ നടത്തിയിട്ടില്ല. മുസ്ലിങ്ങൾക്ക് കുറ്റകരമാണ്, ചെയ്യാറില്ല. ഈ ഒരു നിഷ്ഠ പാലിക്കുന്നത് കൊണ്ട് തന്നെ മുസ്ലിങ്ങൾ പലപ്പോഴും നമ്മുടെ ഭാരതത്തിൽ നടക്കുന്ന പല ആചാരാനുഷ്ഠാനങ്ങളോടും ദൂരം പാലിക്കാറുണ്ട്. ഉദാഹരണമായി, അവിടെ നടക്കപ്പെടുന്ന പല ആചാരങ്ങളോടും പല സമ്പ്രദായങ്ങളോടും പല ഭൂരിപക്ഷ സമൂഹത്തിൻ്റെതായി കണക്കാക്കപ്പെടുന്ന പലതിനോടും അവർ ദൂരം പാലിക്കുകയാണ് ചെയ്യാറ്.
അത് സൃഷ്ടാവായ അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത പൊരുത്തപ്പെടാത്ത തീരുമാനങ്ങളോ ചിട്ടകളോ ആണ് എന്നതുകൊണ്ടാണ് ആ വിട്ടു നിൽക്കുന്നത്. തീർത്തും മതപരമായ പിന്നെ ചിന്തയും. ഉദാഹരണമായി പറഞ്ഞാൽ, നിലവിളക്ക് എന്ന് പറയുന്നത് ഒരു സാധാരണ വെളിച്ചം എന്ന ഒരർത്ഥത്തിലാണെങ്കിൽ നമുക്കതിനോട് വിരോധമൊന്നുമില്ല. ഒരു വിളക്ക് മാത്രമാണ്. ഒരു വിളക്ക് ഒരു വെളിച്ചം ലഭിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി മാത്രമാണെങ്കിൽ അതിന് നിലവിളക്ക് തന്നെ വേണമെന്നില്ല. മെഴുകുതിരിയായാലും മതി. ഇപ്പോൾ അതിന്റെ ആവശ്യമില്ല, നല്ല ഇലക്ട്രിക് ലൈറ്റുകളായാലും. പക്ഷെ ഇന്ത്യയിൽ ഇപ്പോൾ കണ്ടുവരുന്ന, കുറച്ചു കാലമായി കണ്ടുവരുന്ന ഒരു പ്രവണത, സർക്കാരിന്റെ പൊതു ഖജനാവിൽ നിന്നൊക്കെ പണമെടുത്തുണ്ടാക്കിയ സംരംഭങ്ങളുടെയും മറ്റും ഉദ്ഘാടനങ്ങളും മറ്റു ചടങ്ങുകളും ഒക്കെ നടക്കുമ്പോൾ നിലവിളക്ക് തന്നെ വേണമെന്നൊരു ശാഠ്യമുണ്ട് പല ആളുകൾ. ആ ശാഠ്യത്തിന്റെ പിറകിൽ മറ്റെന്തോ ഒളിഞ്ഞു നിൽക്കുന്നുണ്ട് എന്നൊരു സംശയമുണ്ട്. കാരണം അതൊരു മതത്തിന്റെ ചിഹ്നമായി, അടയാളമായി കണക്കാക്കപ്പെടുന്നതാണ് എന്ന തിരിച്ചറിവാണ് മുസ്ലിങ്ങൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങളിൽ പലരും ആ ഒരു ശ്രമത്തെ അനുകൂലിക്കാനോ അതിനോട് കൂട്ടുകൂടാനോ തയ്യാറാവാറില്ല. അതിന് മറുപടിയായി ചിലർ ചൂണ്ടിക്കാണിച്ചത്, അറബ് നാട്ടിൽ വന്ന സുഹൃത്തുക്കള് വിളക്ക് കത്തിച്ചില്ലേ, അവർക്ക് ഈ മടി ഉണ്ടായില്ലല്ലോ, അവർ നിങ്ങളെക്കാളും ദീനീബോധമുള്ളവരല്ലേ എന്നാണ്. നമുക്കറിയാം നമ്മുടെ ഈ സുഹൃത്തുക്കളെ, അവർക്കിതൊരു തമാശയാണ്. അതിനപ്പുറം അതിന് ഗൗരവമേ അവർ കാണിച്ചിട്ടില്ല. വിളക്കെങ്കിൽ വിളക്ക്, അല്ലാണ്ട് എന്താണ്. ഈ നാട്ടിലെ ഒരു ചർച്ച ഉദ്ഘാടനം ചെയ്യപ്പെട്ടപ്പോൾ ഈ നാട്ടിലെ അറബികളായ ചില സഹോദരങ്ങൾ പോയ കഥ അവർ കൂട്ടിക്കൊണ്ടുപോയ സഹോദരങ്ങൾ പറഞ്ഞു. കുരിശും യേശുവിൻ്റെതെന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കുന്ന രൂപങ്ങളും ഒരു തമാശ എന്നോണമാണ് അവർ കണ്ടത്. എന്തൊക്കെയാണ് ഈ കാണിച്ചു വെച്ചിരിക്കുന്നത്? അവർക്ക് പുതുമയാണ് ഇത് മുഴുവൻ. ഈ കത്തിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്ന വിളക്കിന്റെ പിറകിൽ വിശ്വാസത്തിന്റെ ഒരു സൂചനയും വിശ്വാസപരമായ ഒരു തകർക്കാനുള്ള ഗൂഢശ്രമവും ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞാൽ ഇവരുടെ പ്രതികരണം തിരിച്ചറിയാമോ? വിഷയമതല്ല. ഇതുപോലെ പശുക്കളെ മനുഷ്യർ കറുത്ത് തിന്നാമെന്ന് പഠിച്ചവരാണ് നമ്മൾ. അതിനെ ആരാധിക്കുന്നവർ ആരാധിച്ചോളട്ടെ, നമുക്ക് വിരോധമില്ല. ആരാധിച്ചോളൂ. ആരാധിച്ച് പൂതി തീരുമ്പോ അറുക്കാൻ തന്നോളൂ, ഞങ്ങൾ അറുത്ത് തിന്നേക്കാം. ഈ വികാരത്തെ തികച്ചും മതപരമാണ്, മതപരമായ ഒരു വീക്ഷണമാണത്. ദൈവത്തെ, പശുവിനെ ദൈവമായി ചിത്രീകരിക്കാൻ നമ്മളെ കൊണ്ടാവില്ല, സങ്കല്പിക്കാനാവില്ല. ഇത് തന്നെയാണ് പൊതുസ്ഥലങ്ങളിലെ ആയുധ പൂജ തുടങ്ങിയ വിഷയങ്ങളാവട്ടെ, വന്ദേ മാതരം തുടങ്ങിയ ശ്ലോകങ്ങൾ ചൊല്ലണമെന്ന് പറയുമ്പോഴാവട്ടെ ഉള്ള വികാരം. ചങ്ങമ്പുഴയുടെ രമണനിലെ കവിത ചൊല്ലാൻ പറഞ്ഞാൽ നമുക്കാർക്കൊരു മടിയുമില്ല. മലരടി കാടുകൾ തിങ്ങി വിങ്ങി, മരതക കാന്തിയിൽ മുങ്ങി മുങ്ങി, എങ്ങനെ മുങ്ങിയാലും നമുക്ക് ആർക്കും വിരോധമില്ല. നേരെ മറിച്ച് വന്ദേ മാതരം എന്ന് പറയുന്ന ഒരു പ്രത്യേക കവിത തന്നെ തിരഞ്ഞെടുക്കുകയും ആ കവിതയിൽ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് ചിത്രീകരിക്കുന്നത് ദുർഗാദേവിയെയാണെന്ന് അതിന്റെ ബാക്കി വരികളിൽ നിന്ന് വ്യക്തമാവുകയും തികച്ചും വർഗീയമായ ഒരു പശ്ചാത്തലത്തിൽ രൂപാന്തരപ്പെടുകയും വളർത്തപ്പെടുകയും ചെയ്തതാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്ത ഒരു ഗാനം, അത് തന്നെ മുസൽമാനും ചൊല്ലണമെന്ന് ശഠിക്കുമ്പോൾ ആ ശാഠ്യത്തിന്റെ പിറകിൽ വിശ്വാസപരമായ ഒരു അപചയമുണ്ടാക്കാനുള്ള ഗൂഢശ്രമമുണ്ടെന്ന് തിരിച്ചറിയാനുള്ള കഴിവ് മുസൽമാനുള്ളതുകൊണ്ട് മുസൽമാൻ വിട്ടു നിൽക്കാറാണ്. ബാക്കി ഉദാഹരണങ്ങളിലേക്ക് പോകുന്നില്ല ഞാൻ. അപ്പൊ പലപ്പോഴും ഈ വിട്ടു നിൽക്കൽ, അവൻ ദേശക്കൂറില്ലാത്തവനാ, ദേശസ്നേഹമില്ലാത്തവനാ എന്ന് പറയാൻ, എന്ന് പ്രചരിപ്പിക്കാൻ പലർക്കും കാരണമാവുന്നു, ഹേതുവാകുന്നു എന്നതാണ്. മൂന്നാമതൊരു കാരണം നിർഭാഗ്യകരമായി സംഭവിച്ച ഇന്ത്യ വിഭജനമാണ്. അതിന് ഞാൻ നിർഭാഗ്യകരമാണെന്ന് പറയാൻ കാരണം എനിക്ക് ഒട്ടനവധിയുണ്ട്. പക്ഷെ എനിക്ക് ഈ സമയമൊന്നും ആ ഭാഗത്തേക്ക് കടക്കാൻ പറ്റില്ല. ചരിത്രപരമായ ഒരു അബദ്ധം എന്ന് വേണമെങ്കിൽ പറയാം. ഒരു മുസ്ലിം രാഷ്ട്രം രൂപീകരിക്കപ്പെട്ടതിന്റെ ദുഃഖമല്ല ഞാൻ പങ്കുവെക്കുന്നത്, പക്ഷേ അതൊരു വൻ ചതിയുടെ ഭാഗമായിരുന്നു എന്ന് തിരിച്ചറിവുകൊണ്ടാണ് ഞാൻ അവിടെ അങ്ങനെ പറഞ്ഞു നോക്കുന്നത്. അപ്പൊ ഉണ്ടാവുന്ന ഒരു ധാരണ, മുസ്ലിങ്ങൾ സ്വാതന്ത്ര്യ സമരത്തിലോ മറ്റു വിഷയങ്ങളിലോ എവിടെയെങ്കിലും ഭാഗമായിട്ടുണ്ടെങ്കിൽ തന്നെ അതിന്റെ അവകാശം എന്നോണം അവർ സ്വന്തമായ ഒരു രാജ്യം ആവശ്യപ്പെടുകയും പോവുകയും ചെയ്തില്ലേ, ഇനി എന്ത് മുസൽമാൻ ഇവിടെ എന്നാണ് പലപ്പോഴും ഉണ്ടാകുന്നത്. ഈ മൂന്ന് മേഖലകളിൽ നിന്നുകൊണ്ടാണ് മുസൽമാന്റെ ദേശസ്നേഹത്തെ ചോദ്യം ചെയ്യുന്നത്. അവന്റെ മതപരമായ വൈദേശിക ബന്ധം, അവന്റെ മതനിഷ്ഠയാൽ അവൻ കാണിക്കുന്ന നിഷ്ഠ, പല ആചാരാനുഷ്ഠാനങ്ങളോടുമുള്ള അകൽച്ച, അതുപോലെ തന്നെ പാകിസ്ഥാൻ എന്ന രാജ്യം രൂപീകരിക്കപ്പെടുന്നതിൽ മുസ്ലിങ്ങൾക്കുണ്ടായിരുന്ന പങ്ക്, ഇവയെല്ലാമാണ്. നമുക്ക് ഈ പറയുന്നവരോട് ഒരു വിരോധമില്ല. അവരുടെ മുമ്പിൽ സ്നേഹ ബഹുമാന പുരസ്സരം ചില ചോദ്യങ്ങൾ തിരിച്ചു ചോദിക്കാനുണ്ട് നമുക്ക്.
അതിലേറ്റവും പ്രധാനമായ ഒരു വിഷയം, ഇന്ത്യയിൽ ജീവിക്കുന്ന മുസൽമാൻ ന്യൂനപക്ഷങ്ങൾ അവരുടെ ദേശസ്നേഹത്തിന്റെ അളവും കൂറും ചോദ്യം ചെയ്യാൻ ആ നാട്ടിലെ ആർക്കാണ് അവകാശമുള്ളത്? അങ്ങനെ അവകാശമുണ്ടെങ്കിൽ ഏത് ശാസനയുടെ പേരിലാണ് അവർക്ക് അവകാശം ലഭിച്ചത്? എന്റെ ദേശസ്നേഹം ചോദ്യം ചെയ്യാൻ ഇന്ത്യയിൽ ആർക്കാണ് അധികാരമുള്ളത്? ഞാൻ മനസ്സിലാക്കുന്നത് ലോകത്തൊരു ശക്തിക്കും ഒരു ഭരണാധികാരിക്കും എന്റെ ദേശസ്നേഹത്തെ ചോദ്യം ചെയ്യാൻ പാടില്ല. അതല്ല, ന്യൂനപക്ഷ സമുദായങ്ങളിൽപ്പെട്ട വ്യക്തികൾ അവരുടെ ദേശസ്നേഹം ഭൂരിപക്ഷ സമുദായ അംഗങ്ങൾ പറയുന്ന സ്ഥലത്തും പറയുന്ന നേരത്തും പറയുന്ന അളവിലും കൊണ്ട് ബോധ്യപ്പെടുത്തണമെന്ന് വല്ല തീട്ടൂരവും വല്ല തീരുമാനവും എഴുതി വെച്ചിട്ടുണ്ടോ? നിങ്ങൾ പഠിക്കേണ്ട മറുപടിയാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത്. ഏതാണ് ആ ദേശസ്നേഹത്തിന്റെ മീറ്റർ? ഏതാണ് ആ ദേശസ്നേഹത്തിന്റെ മീറ്റർ? ഭൂരിപക്ഷ സമുദായത്തിൽ പിറന്നതോടുകൂടി ദേശസ്നേഹിയായി മാറുകയും ന്യൂനപക്ഷ സമുദായത്തിൽ പിറന്നു എന്നൊരൊറ്റ കുറ്റം കൊണ്ട് ദേശസ്നേഹത്തിന്റെ അളവ് കുറഞ്ഞു പോവുകയും ചെയ്യുന്നുവെങ്കിൽ ആ മീറ്റർ ഏതാണ്? ഒരുത്തനെയും സംസാരിക്കാൻ വിടരുത്. ദേശക്കൂറ് മുസൽമാന്റെ, ദേശസ്നേഹം മുസൽമാന്റെ, മുസൽമാൻ അടക്കമുള്ള ന്യൂനപക്ഷത്തിന്റെ ചോദ്യം ചെയ്യാൻ ഭൂരിപക്ഷ സമുദായത്തിലെ ഒരു അംഗത്തിന് പോലും അവകാശമില്ല, സമൂഹത്തിനും അവകാശമില്ല, ഭരണാധികാരികൾക്കും അവകാശമില്ല. രാജ്യദ്രോഹപരമായ കുറ്റങ്ങളാണ് ചെയ്തതെങ്കിൽ അത് ചോദ്യം ചെയ്യാനുള്ള സമിതികളും കോടതികളുമുണ്ട്, അവർ അത് നിർവഹിക്കട്ടെ. അതിന് സംവിധാനങ്ങളുണ്ട്. അത് ചെയ്യേണ്ടത് ഇന്ത്യയിലെ ഭൂരിപക്ഷ സമുദായങ്ങളോ അവരിൽ ഉരുത്തിരിഞ്ഞു വന്ന ഏതെങ്കിലും ഫാസിസ്റ്റ് സംഘടനകളോ അല്ല എന്ന് തിരിച്ചറിയാം. നിങ്ങൾ എന്തിനു മറുപടി പറയണം? എന്റെ ദേശസ്നേഹം ഞാൻ എന്തിനു അളക്കണം? നമ്മളെ നാട്ടിലൊരു തമാശയുണ്ട് പലപ്പോഴും. നിങ്ങൾ ഒന്നാമതായി മുസ്ലിമാണോ അതോ ഒന്നാമതായി ഇന്ത്യക്കാരനാണോ? അതിന്റെ മറുപടി ഉണ്ട്. അത് ഇങ്ങനത്തെ ഒരു സദസ്സിൽ വെച്ച് ഞാൻ പറയുന്നത് മര്യാദകേടായതുകൊണ്ട് പറയുന്നത്. ഇത് ചോദിക്കാൻ താനാര്? ആ ചോദ്യത്തിന്റെ ഉത്തരത്തിലൂടെ അവർക്ക് ചിലത് കിട്ടേണ്ടതുണ്ട്. വ്യക്തമായ മറുപടിയുണ്ട്. ഞാൻ ഒന്നാമതായി മുസൽമാന, രണ്ടാമതായി മുസൽമാന, 100ാമതായി മുസൽമാന, അതിനുശേഷമേ ഞാൻ ഇന്ത്യക്കാരനാണെന്ന് പറയും. അതൊരു ധിക്കാരമല്ല. പകരം എന്റെ ദൈവവിശ്വാസവും എന്റെ മതവിശ്വാസവും എന്നെ ദേശക്കൂറുള്ളവനാക്കി മാറ്റുന്നു എന്ന് ഞാൻ നേരത്തെ സമർത്ഥിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് ഞാൻ എത്രത്തോളം എന്റെ മതവിശ്വാസത്തെ ഊട്ടിയുറപ്പിക്കുന്നുവോ അത്രത്തോളം ഞാൻ സ്വാഭാവികമായി ദേശസ്നേഹിയായി മാറുന്നു എന്നാണ് എന്റെ ഈ വാക്കിന്റെ അർത്ഥം. അപ്പൊ ഒന്നാമത്തെ ചോദ്യം ഇതാണ്, സ്നേഹപുരസരം, നിങ്ങളെ ആരേത് ചുമതലപ്പെടുത്തിയത് ഞങ്ങളെ ദേശസ്നേഹം അളക്കാൻ? രണ്ടാമതൊരു കാര്യം അന്വേഷിക്കാം. ഭാരതത്തിലെ മുസൽമാനെ പോലെ ദേശസ്നേഹക്കൂറ് തെളിയിച്ച ഒരു ജനത ലോകത്തില്ല എന്ന് പറയും ഞാൻ. സ്വാതന്ത്ര്യം നടക്കുന്ന സമയത്ത് ഭാരതത്തിലെ മുസൽമാന്റെ മുമ്പിൽ ഒരു ചോയ്സ് കിട്ടി, ഒരു തെരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യം കിട്ടി. ഒരു ഇസ്ലാമിക രാഷ്ട്രം തൊട്ടടുത്ത സ്ഥലത്ത് രൂപീകരിക്കപ്പെട്ടു. 2 ഭാഗത്തായി, കിഴക്കും പടിഞ്ഞാറുമായി. മുസൽമാന്റെ മുമ്പിൽ വാതായനങ്ങൾ തുറക്കപ്പെട്ടു. ഇതാ ഒരു മുസ്ലിം രാഷ്ട്രത്തിലേക്ക് നിനക്ക് പലായനം ചെയ്യാം. നിനക്ക് ഹിന്ദുക്കൾ ഭൂരിപക്ഷമുള്ള ഒരു നാട്ടിൽ നിന്ന് നിനക്ക് വേണമെങ്കിൽ പറന്നു പോകാം, ഓടിപ്പോകാം, താമസിക്കാം. എല്ലാ വാതിലുകളും തുറന്നിട്ടിരിക്കുന്നു. പ്രലോഭനങ്ങൾ, പ്രേരണകൾ, പ്രകോപനങ്ങൾ മുസൽമാന്റെ നേരെ ഉണ്ടായി. ധീരരായ മുസൽമാന്റെ മക്കൾ തീരുമാനിച്ച എന്താണെന്നറിയോ? ഞങ്ങൾ ഈ നാട്ടിന്റെ മക്കളാ, ഞങ്ങൾ ഈ ദേശത്തിന്റെ മക്കളാ. ഈ നാട്ടിൽ മുസൽമാന് ഭൂരിപക്ഷം ഉണ്ടാവില്ലെന്ന് ഞങ്ങൾക്കറിയാം. എങ്കിൽ പോലും ഈ നാടിനെ വിട്ട് ഞങ്ങൾ പോവില്ല. ഞങ്ങൾക്ക് ഈ നാടിന്റെ സ്നേഹമാണ്, ഈ നാട്ടാര സ്നേഹമാണെന്ന് പ്രഖ്യാപിച്ചവർ മുസൽമാനാ. അറിയില്ലേ? സത്യസസ്ഥതയല്ലേ അത്? മുസൽമാന്റെ മുമ്പിൽ വാതിൽ തുറന്നു തന്ന് എല്ലാ പ്രലോഭനങ്ങളും പ്രകോപനങ്ങളും തുറന്നു തന്നിട്ട് ചിലർ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. ആട്ടെ, മുസൽമാൻ പോയില്ല, ഇളകിയില്ല. വളരെ ചുരുക്കം പേരല്ലാതെ അവർ പറഞ്ഞ തീരുമാനം എന്താ അറിയോ? ഞങ്ങൾ പറന്ന ഈ മണ്ണ്, ഞങ്ങളെ പൂർവികന്മാർ വളക്കൂറുള്ളതാക്കി മാറ്റിയെടുത്ത ഈ മണ്ണ്, ഞങ്ങളെ പൂർവികന്മാരുടെ സംസ്കാരം ഉറങ്ങുന്ന ഈ മണ്ണ് വിട്ടുകൊണ്ട് ഞങ്ങൾ എവിടേക്ക് പോവാനാ? ഞങ്ങൾ ഈ നാട്ടിലെ ഭാരതീയനായി ജീവിക്കും, അന്തസ്സുള്ള മുസൽമാനായി ജീവിക്കും. അത് ചെയ്തവരാ ഞങ്ങള്. ഞാൻ തമാശയ്ക്ക് വേണ്ടിയെങ്കിലും ചോദിച്ചോട്ടെ, ഈ തരം ഒരു വാതിൽ മറ്റു വല്ല സമുദായങ്ങൾക്ക് മുമ്പിലാണ് തുറക്കപ്പെട്ടതെങ്കിൽ, ഈ പറയുന്ന ദേശസ്നേഹത്തിന്റെ മൊത്തം അവകാശപ്പെടുന്ന സമുദായത്തിനൊക്കെയാണ് ഇങ്ങനെ ഒരു വാതിൽ തുറന്നതെങ്കിൽ എത്ര പേർ ബാക്കി ഉണ്ടാവും ഇന്ത്യയിൽ? എത്ര പേരുണ്ടാവും? അഭിമാനത്തോടെ സംസാരിക്കാൻ പറ്റൂ.
നമ്മുടെ പൂർവികന്മാരെ പറ്റി, നാം കൊണ്ടു നടക്കുന്ന ആദർശത്തെ പറ്റി. മൂന്നാമതൊരു കാര്യമുണ്ട്. ഇന്ത്യയെ ഇന്ത്യയാക്കി മാറ്റിയതിൽ, ഇന്ത്യയുടെ സംസ്കാരം രൂപപ്പെടുത്തിയെടുത്തതിൽ, അതിന്റെ പൈതൃകം രൂപപ്പെടുത്തിയെടുത്തതിൽ ഈ വൈദേശിക മതങ്ങൾ എന്ന് പറയുന്ന പിന്നെ ക്രൈസ്തവ മതത്തിനും ഇസ്ലാം മതത്തിനുമുള്ള പങ്ക് ആർക്കാ നിഷേധിക്കാൻ പറ്റുക? ആർക്കാ തള്ളിക്കളയാൻ പറ്റുക? ആ രാജ്യത്തെ ആ രാജ്യമാക്കി മാറ്റിയതിൽ, ആ രാജ്യത്തിന്റെ വിദ്യാഭ്യാസപരവും സാമൂഹികവുമായ സാംസ്കാരികവുമായ പരിവർത്തനങ്ങൾ മുഴുവൻ മുസ്ലിങ്ങളുടെ പങ്കാ. ഞാൻ എപ്പോഴും ക്ലാസ്സുകളിൽ പറയാറുണ്ട്, ഡൽഹിയിൽ ഒന്ന് പോയി നോക്കണം. മുസ്ലിം സംസ്കാരത്തിന്റെ മായ്ച്ചാൽ മായ്ക്കാൻ കഴിയാത്ത പ്രതീകങ്ങളാ ഡൽഹി മുഴുവൻ. ഒരു മുസ്ലിം രാഷ്ട്രത്തിന്റെ തലസ്ഥാന നഗരി എന്നല്ലാതെ ഡൽഹിയെ പറ്റി ഇപ്പോഴും തോന്നില്ല. എല്ലായിടത്തും മുഗളന്മാരുടെ കൈകൾ. എവിടെ നോക്കിയിരുന്നാലും മുസ്ലിം ഭരണത്തിന്റെ പിന്നെ ബാക്കി പത്രങ്ങൾ. അതാണ് ഹൈദരാബാദിന്റെ ചിത്രം, അതാണ് ആഗ്രയുടെ ചിത്രം, അതാണ് ഇന്ത്യയിലെ അലഹബാദിന്റെ നേരത്തെ ഉണ്ടായിരുന്ന ചിത്രം, ഇതാണ് ഇന്ത്യയുടെ ചിത്രം.